ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ അത്ഭുതകരമായി തൻ്റെ കരങ്ങളിൽ കാത്തു പരിപാലിച്ചു. ഈ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് ദൈവം നമ്മളെ കൂട്ടിവരുത്തി. പ്രത്യേകിച്ച് ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവികമായ സംസർഗത്തിലും കൂട്ടായ്മയിലും ആയിരിക്കാൻ ദൈവം സഹായിക്കുന്നല്ലോ. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഒരുക്കത്തോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഈ ദേശത്തിൻ്റെ പലയിടങ്ങളിൽ ദൈവമേ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ജോലി സ്ഥലങ്ങളിൽ, ഞങ്ങളായിരുന്ന ഇടങ്ങളിൽ, ഞങ്ങൾ സഞ്ചരിച്ച വഴികളിലൊക്കെ കർത്താവെ നീ ഞങ്ങളോട് കൂടെ ഇരുന്നതിനായിട്ട് സ്തോത്രം ചെയ്തു. ഞങ്ങൾ കടന്നുപോയ പാതകളിലൊക്കെ കർത്താവെ, ഞങ്ങൾ കണ്ടുമുട്ടിയ ജീവിതങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിലൊക്കെ കർത്താവെ നിന്റെ സാന്നിധ്യവും നിന്റെ കൃപകളും ഒക്കെ അനുഭവിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. കർത്താവെ, സഭയായി നാളുകളിൽ ഞങ്ങൾ അനുഭവിക്കുന്ന, ഞങ്ങൾ പ്രാപിക്കുന്ന എല്ലാ ദൈവകൃപകൾക്കായിട്ടും സ്തുതിക്കുന്ന കർത്താവെ. ദൈവമേ, ഞങ്ങളാരും എണ്ണത്തിൽ കുറഞ്ഞു പോകാതെ കർത്താവെ, ഞങ്ങൾ കിടക്കയിലായി പോകാതെ കർത്താവെ, അനുദിനം ജീവിപ്പാനുള്ള ബലവും ശക്തിയും ഒക്കെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ തരുന്നതിനായി, ഞങ്ങളെ പരിപാലിച്ച് ഞങ്ങളെ മുൻപോട്ട് നടത്തുന്നതിനായി കർത്താവെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, പകൽക്കാലം ദൈവമേ വിശ്വാസത്തോടുകൂടെ നന്ദിയോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനയിലായിരിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും ഞങ്ങളുടെ ആലോചനകളെയും ഞങ്ങളുടെ ഹൃദയവിചാരങ്ങളെയും ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും കർത്താവെ എല്ലാം തിരുസന്നിധിയിൽ സമർപ്പിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഉള്ളിൽ അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി നിറയ്ക്കണമേ. ദൈവമേ, ആദിമ സഭ പെന്തക്കോസ്ത് നാളിൽ അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞതുപോലെ ഞങ്ങളുടെ സഭയും കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും അങ്ങയുടെ ആത്മാവിനാൽ നിറയപ്പെട്ട് കർത്താവെ, ഞങ്ങളുടെ ജീവിത മേഖലകളിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവാത്മാവിനാൽ നിറഞ്ഞു ജീവിക്കുന്നവരായി, ഇടപെടുന്നവരായി, കർത്താവെ പെരുമാറുന്നവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ സംസാരിക്കുമ്പോൾ, ഞങ്ങൾ ചിന്തിക്കുമ്പോൾ, ഞങ്ങൾ തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുമ്പോൾ കർത്താവെ, ദൈവികമായ വ്യക്തതയോടുകൂടെ, ആത്മീയമായ വ്യക്തതയോടുകൂടെ അതൊക്കെ കർത്താവെ നിർവഹിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്കായിട്ട് പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾ ദേശത്തിൻ്റെ പലയിടങ്ങളിലായിരുന്നു കൊണ്ട്, പല സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് കർത്താവെ, ഇപ്രകാരം വിശ്വാസത്തോടുകൂടെ ഒന്നായിരിക്കാൻ, ഒരുമിച്ച് അങ്ങയുടെ ആത്മാവിൽ ചേർന്നിരിപ്പാൻ നീ ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തുതിക്കുന്ന കർത്താവെ, ഈ പകൽക്കാലം അവിടുത്തെ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നടത്തണമേ. കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതൽ ആഴമായി അടുത്തറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. പ്രത്യേകിച്ച് കർത്താവെ, ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഭാരവും കർത്താവെ ചിന്തകളുമൊക്കെ നൽകണമേ. ഞങ്ങളുടെ ചിന്തകളൊക്കെ കർത്താവെ നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അങ്ങയോട് പ്രാർത്ഥിപ്പാൻ പിതാവെ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, കടന്നു വന്ന പ്രിയ മക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കടന്നു വരേണ്ടവരെ അവിടുന്ന് ഓർമ്മിപ്പിച്ച് അവരും ഞങ്ങളോടൊപ്പമായി തീരുവാൻ സഹായിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ ഈ കൂട്ടായ്മയുടെ ആദിയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പല സ്ഥലങ്ങളിൽ നിന്ന്, പല കോണ്ടെക്സ്റ്റുകളിൽ നിന്നൊക്കെ നമ്മൾ പലരും പ്രാർത്ഥനയിൽ താല്പര്യത്തോടെ പങ്കുചേരുന്നുണ്ടല്ലോ. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ കൂട്ടായ്മയ്ക്ക് പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നത് മിഥുൻ കോശിയാണ്. അതിനുശേഷം സൂസൻ ആൻറ്റി സങ്കീർത്തനം വായിക്കും. ഇപ്പോൾ പാട്ടുകൾക്ക് മിഥുൻ നേതൃത്വം നൽകും.
ആദ്യത്തെ പാട്ട് ദൈവത്തിൻ പൈതലെ നിന്റെ ജീവിതകാലമതി. ദൈവത്തിൻ പൈതലെ നിന്റെ ജീവിതകാലമതിൽ ഓരോരോ ഭാരങ്ങളാലേ പരം വലഞ്ഞിടുമ്പോ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നീൻ പേർ അയക്കരുതുന്നുണ്ടവൻ. ലോകത്തിൻ ചിന്തകളാലും രോഗപീഡകളാലും മറ്റു പ്രയാസങ്ങളാലും മുറ്റും തളർന്നിടുമ്പോ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നീൻ പേർ അയക്കരുതുന്നുണ്ടവൻ. കർത്താവിനിഷ്ടമാം വണ്ണം നിത്യം ജീവിച്ചിടുവാൻ നിൻ പ്രയത്നങ്ങളെപ്പോഴോ നിഷ്ഫലമായി വരുമ്പോ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നീൻ പേർ അയക്കരുതുന്നുണ്ടവൻ. ദൈവം നിന്നെ നടത്തുന്ന നിൻ വഴിയിൽ മുഴുവൻ അന്ധകാരം വരുമ്പോഴോ അന്തരംഗത്തിലെ നീ ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നീൻ പേർ അയക്കരുതുന്നുണ്ടവൻ. നിന്നോടെ പേർക്കിഹലോകേ വന്നു മരിച്ചവനാ യേശുവിൻ വാക്കുകളെ നീ വിശ്വസിച്ചു സതതം ചിന്താകുലങ്ങളെല്ലാം ഇട്ടുകൊള്ളേശുവേ നീൻ പേർ അയക്കരുതുന്നുണ്ടവൻ. അടുത്ത പാട്ട് അടവി തെരുക്കളിനിടയിൽ ഒരു നാരകം എന്ന വണ്ണം. അടവി തരുക്കളിനിടയിൽ ഒരു നാരകമെന്ന വണ്ണം വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വിശുദ്ധരിൽ നടുവിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ
നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പശാരോനിലാവ് താമരയുടെ താഴ്വരയിൽ വിശുദ്ധരിലാതി വിശുദ്ധനാവ് മാ സൗന്ദര്യ സമ്പൂർണനേ. വിശുദ്ധരിലാതി വിശുദ്ധനാവ് മാ സൗന്ദര്യ സമ്പൂർണനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. പഴിദുഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. മനക്ലേശതരംഗങ്ങളാ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുക്കാരം നീട്ടിയെടുത്തണച്ചോ. ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. തിരുക്കാരം നീട്ടിയെടുത്തണച്ചോ. ഭയപ്പെടേണ്ട എന്നുരച്ചവനേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. തിരുഹിതമിക തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ. എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ. എന്റെ വേലയെ തികച്ചും കൊണ്ട് ഞാൻ നിന്നിടുവാൻ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ. നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. താങ്ക് യു അച്ഛാ. താങ്ക് യു മിഥുൻ. ഇപ്പോൾ സൂസൻ ആൻറ്റി, സൂസൻ ജേക്കബ് ആൻറ്റി സങ്കീർത്തനം വായിക്കും. Psalm 21. The reading for this morning is taken from Psalms 21. O Lord, the king rejoices in your strength. How great is his joy in the victories you give. You have granted him the desire of his heart and have not withheld the request of his lips. You welcomed him with rich blessings and placed a crown of pure gold on his head. He asked you for life, and you gave it to him,
length of days forever and ever. Through the victories you gave him, his glory is great. You have bestowed on him splendor and majesty. Surely you have granted him eternal blessings and made him glad with the joy of your presence. For the king trusts in the Lord. Through the unfailing love of the Most High, he will not be shaken. Your hand will lay hold on all your enemies. Your right hand will seize your foes. At the time of your appearing, you will make them like a fiery furnace. In his wrath, the Lord shall swallow them up, and his fire will consume them. You will destroy their descendants from the earth, their posterity from mankind. Though they plot evil against you and devise wicked schemes, they cannot succeed. For you will make them turn their backs when you aim at them with your drawn bow. Be exalted, O Lord, in your strength. We will sing and praise your might. Praise be to God. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോൾ വന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയിലും ദൈവത്തിൻ്റെ വലിയ ശക്തിയിലും നമുക്ക് ആശ്രയിക്കാം. നമ്മുടെ മാനുഷികമായ പരിമിതികളും ബലഹീനതകളും ഒക്കെ ദൈവസന്നിധിയിൽ അംഗീകരിക്കുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ മഹത്വത്തെയും ദൈവശക്തിയെയും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളിൽ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനുള്ള ദൈവകൃപയെയും നമ്മൾ ആശ്രയിക്കുന്ന സമയമാണല്ലോ പ്രാർത്ഥന. അതുകൊണ്ട് ഈ സമയം നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. ദൈവം നമ്മോട് ഈ നാളുകളിൽ ഈ സമയങ്ങളിൽ വാസ്തവമായിട്ട് ഇടപെടണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്തും മനുഷ്യരൊക്കെ എത്ര ബലഹീനരാണ്. നമ്മുടെ കഴിവുകളും നമ്മുടെ ശക്തിയും ഒക്കെ എത്ര അപ്രസക്തമാണ് എന്ന്, ദുർബലമാണ് എന്നൊക്കെ ദൈനംദിനം നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഒരു ചെറിയ ഇടർച്ചകളൊക്കെ സംഭവിച്ചാൽ പോലും നമ്മൾ വല്ലാതെ ആടി ഉലഞ്ഞു പോകുന്ന ഒരു ജീവിതമാണ്. രോഗമായിരുന്നാലും പെട്ടെന്നുണ്ടാകുന്ന വേർപാടുകളോ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്തായിരുന്നാലും നമ്മളൊക്കെ വല്ലാതെ ഉലഞ്ഞു പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തെ നേരിടുവാനായി പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെയും മറ്റുള്ളതിനെയും ഒക്കെ ആശ്രയിക്കേണ്ടുന്നവരാണ്. അതുകൊണ്ട് ദൈവത്തിലെ പരിപൂർണമായി ആശ്രയിക്കുന്നവരായി ദൈവശക്തിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായി തീരുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ വേളയിൽ നമുക്ക് നമ്മെ തന്നെ വിനയമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. യഹോവയിൽ ആശ്രയിക്കുന്നതിന്, മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, കുതിരകളിലും രഥങ്ങളിലുമൊക്കെ ആശ്രയിക്കുന്നതിനേക്കാൾ, ഭൂമിയിലെ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നൊക്കെ വചനം നമ്മളോട് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് പാടിയതുപോലെ ചിന്താകുലങ്ങളൊക്കെ എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. അതുകൊണ്ട് നമ്മുടെ ആകുലങ്ങളും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ പ്രയാസങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക്, ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് ഭരമേൽപ്പിക്കാം. അവൻ നമ്മെ പുലർത്തുവാൻ, അവൻ നമ്മെ പരിപാലിക്കുവാൻ, അവൻ നമ്മെ മുൻപോട്ട് നയിക്കുവാൻ മതിയായ ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവ സന്നിധിയിൽ നമുക്ക് സമ്പൂർണമായി നമ്മളെ, നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ആവശ്യങ്ങളെ ഒക്കെ ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ സഭയെ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദേശത്തിൻ്റെ, ഹൈദരാബാദിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ അംഗങ്ങളെയും കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ
സഭയുടെ എല്ലാ ശുശ്രൂഷകളെയും നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ഒരു നാളുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ശുശ്രൂഷകൾ, ഒരുപാട് കൂട്ടായ്മകൾ, കൂടിച്ചേരലുകളൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഞായറാഴ്ച മുതൽ ഒരു പുതിയ സീസണിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കർത്താവ് ആ ശുശ്രൂഷകളൊക്കെ അനുഗ്രഹപ്രദമാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഞായറാഴ്ച ആരാധനകൾ, അതല്ലാതെയുള്ള നമ്മുടെ കൂട്ടായ്മകളെ ഒക്കെ ദൈവം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംഘടനകളുടെ ക്രിസ്മസ് ആഘോഷങ്ങളുണ്ട്. നമ്മുടെ ക്രിസ്മസ് കരോൾ സർവീസ് 14-ാം തീയതി ഉണ്ട്. ക്രിസ്മസ് കരോൾ റൗണ്ട്സ് 4-5 ദിനങ്ങളിലായിട്ട് നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഹൈടെക് സിറ്റി BHEL മിയാപൂർ ഏരിയയുടെ ക്രിസ്മസ് ആഘോഷം ഡിസംബർ മാസം 22-ാം തീയതി ഉണ്ട്. 25-ാം തീയതി രാവിലത്തെ ആരാധനകൾ, അതുപോലെ തന്നെ ആണ്ടവസാന ഇയർ എൻഡിങ് സർവീസ്, കവനൻ സർവീസ്, അങ്ങനെയുള്ള ഒരുപാട് കൂട്ടായ്മകൾ ഈ മാസം നമ്മുടെ ദേവാലയത്തിൽ നടക്കേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം അനുഗ്രഹത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ഒരു കാലഘട്ടത്തിനനുസരിച്ചുള്ള കേവലമായ ആഘോഷങ്ങളോ കൂട്ടായ്മകളോ ആയി മാത്രം അവസാനിക്കാതെ ഇരിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതൊക്കെ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, ദൈവകൃപ അനുഭവിപ്പാനുള്ള നല്ല അവസരങ്ങളാക്കി തീർക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കൊയർ, ഗായക സംഘം, കരോൾ സർവീസിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നു. 23-ാം തീയതി നമ്മുടെ ഗായക സംഘം നമ്മുടെ മേഡക് കത്തീഡ്രലിൻ്റെ സെന്റിനറി സെലിബ്രേഷൻസിലൊക്കെ പാട്ടുകളൊക്കെ പാടുന്നു. ഒരു പെർഫോമൻസ് ഒന്നും ആകാതെ ഇതൊരു വലിയ ആരാധനയായി, അനേകർക്ക് നന്മയും അനുഗ്രഹവുമായി, നമ്മുടെ കൂട്ടായ്മയുടെയും സന്തോഷത്തിൻ്റെയും ഒക്കെ ഒരു വലിയ വിജയമായി തീരുവാൻ, വലിയ സാക്ഷ്യമായി തീരുവാൻ കർത്താവ് സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പള്ളിയിലും പലയിടങ്ങളിലുമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. കമ്മിറ്റിയും അതുപോലെയുള്ളവരുമൊക്കെ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം വളരെ ഭംഗിയായി ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുന്നതായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകളെല്ലാം ദൈവം അനുഗ്രഹിക്കണമേ. അതിലൂടെ നമ്മുടെ സഭ ഒന്നടങ്കം കൂടി വന്ന് ഒരുമിച്ച് കൂടി ആരാധിച്ച് സന്തോഷിച്ച് കൂട്ടായ്മയെ ആചരിച്ചൊക്കെ മടങ്ങിപ്പോകുവാനായിട്ട് ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലയളവ് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള സമയമാണല്ലോ. അതുകൊണ്ട് ആ ഒരു സമയത്ത് മറ്റുള്ളവർക്ക് നന്മയും മറ്റുള്ളവർക്ക് അനുഗ്രഹവും ഒക്കെ ചെയ്യുവാനായിട്ട് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വാത്സല്യം നമ്മൾ ചെയ്യുന്ന നന്മ പ്രവർത്തികളിലൂടെയൊക്കെ ലോകം അറിയുവാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കും. നമ്മൾ വ്യക്തികളായും സഭയായും ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ, സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുവാൻ, ജീവകാരുണ്യ കർമ്മങ്ങളൊക്കെ ചുറ്റുപാടുകൾക്ക് വേണ്ടിയൊക്കെ ചെയ്യുവാൻ ദൈവം നമ്മെ ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ഒരിക്കൽ കൂടെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ സഭയിൽ പ്രായമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭവനത്തിൻ്റെ ഉള്ളിൽ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓമന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാലി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുന്ന മേരി ജോൺ ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് ജോൺ അങ്കിള് ബാംഗ്ലൂരാണ്, അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രമണി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രമണി ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ്. ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജെസി ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അന്നമ്മ ഉമ്മൻ ആൻറ്റിക്ക് വേണ്ടി, അന്നമ്മ ജേക്കബ് ആൻറ്റിക്ക് വേണ്ടി, സാറാമ്മ കുര്യൻ ആൻറ്റിക്ക് വേണ്ടി, തങ്കം എഡ്വിൻ ആൻറ്റിക്ക് വേണ്ടി, ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും ദൈവം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ശാരീരികമായ ഇച്ചിരി ക്ഷീണാവസ്ഥയിലായിരിക്കുന്നവർക്ക് വേണ്ടി ചെറിയാൻ അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചാക്കോ ജോർജ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ജേക്കബ് അങ്കിളിന് വേണ്ടി, CA ജേക്കബ് അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. രാജൻ അങ്കിളിന് വേണ്ടി, നാട്ടിലായിരിക്കുന്നല്ലോ, പ്രാർത്ഥിക്കാം. ശമലൂട്ടി അങ്കിളിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലിസി ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ
ഡോക്ടർ അങ്കിളിന് വേണ്ടിയിട്ട്, റോയ് ഡോക്ടർ അങ്കിളിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. പുഷ്പ ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. ആലീസ് തോമസ് ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്ന സമയമാണ്. ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രഞ്ജിത്ത് അങ്കിളിന് വേണ്ടിയിട്ടും സുശീല ആൻറ്റിക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രായമുള്ള ശരീരത്തിൻ്റെ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർക്കാം. ദൈവം അവർക്കൊക്കെ വേണ്ട ബലവും കൃപയും ഒക്കെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവരെയൊക്കെ ശുശ്രൂഷിക്കുന്നവർ, അവരെയൊക്കെ കരുതുന്നവർ, സ്നേഹത്തോടെ, കരുണയോടെ, വാത്സല്യത്തോടെ അവരെയൊക്കെ ശുശ്രൂഷിപ്പാനായിട്ട് കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നാട്ടിലുള്ള നമ്മുടെ അറിവിൽപ്പെട്ടുള്ള മറ്റ് നമ്മുടെ പ്രായമായ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. പ്രത്യേകിച്ച് രോഗാവസ്ഥയിലായിരിക്കുന്നവരെ പ്രത്യേകം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ ക്ലൈമറ്റൊക്കെ മാറി വരുന്ന സമയത്ത് പനിയും ചുമയും ഒക്കെ ഉള്ള ഒരുപാട് പേര് നമ്മുടെ സഭയിലുണ്ട്, നമ്മുടെ അറിവിൽപ്പെട്ടവരുണ്ട്. അവരെയെല്ലാം നമുക്ക് ഓർക്കാം. ക്യാൻസറിൻ്റെ പ്രയാസത്താൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങളാൽ സർജറിക്ക് വേണ്ടിയിട്ടും മെഡിക്കൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടുമൊക്കെ ഒരുങ്ങുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയൊക്കെ ബലപ്പെടുത്തണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അവർക്കൊക്കെ വേണ്ട സൗഖ്യവും ആശ്വാസവും ദൈവം നൽകണമേ എന്ന് പ്രത്യേകമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ, അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, അവർക്ക് ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും ദൈവാനുഗ്രഹങ്ങളും ഒക്കെ നൽകി ദൈവം അവരെ പരിപാലിക്കണമേ, അവരെ ശക്തീകരിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഉച്ച ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അവരെല്ലാം നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ദേവാലയത്തിൽ 3-4 പേരുണ്ടല്ലോ, അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. കുഞ്ഞുങ്ങളെ ഒക്കെ വളരെ അശ്രദ്ധരാണ്, അവർക്ക് അതിൻ്റെ സീരിയസ്നെസ് പലപ്പോഴും അറിയുന്നില്ല. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി അവർ പഠിപ്പാനായിട്ട് കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ വചനം പറയുന്നതിന് മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. അതോടുകൂടെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയുമൊക്കെ നൽകുമല്ലോ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച് പഠിച്ച് മുന്നേറുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 12ാം ക്ലാസ്സിൽ 12th പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് തയ്യാറായി പരീക്ഷ എഴുതുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഡിഗ്രി പഠനങ്ങളിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെയൊക്കെ സെമസ്റ്റർ പരീക്ഷകളൊക്കെ ഇപ്പോഴൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെയൊക്കെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഡിഗ്രി പഠനം പൂർത്തിയാക്കി PGക്ക് വേണ്ടിയിട്ടോ ജോലിക്ക് വേണ്ടിയിട്ടോ ഒക്കെ ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. ഡിഗ്രി, PG, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കാം. പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്തും നമ്മുടെ ഭാരതത്തിൻ്റെ പല നഗരങ്ങളിലുമൊക്കെ ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഭവനത്തിൽ നിന്നൊക്കെ അവർ അകലങ്ങളിലായിരിക്കുമ്പോഴും അവരാരും നഷ്ടപ്പെട്ടു പോകാതെ നന്നായി പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. പഠനമൊക്കെ പൂർത്തിയാക്കി ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയില്ലാത്ത പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. അവർക്കൊക്കെ ദൈവം വഴിയും വാതിലുമൊക്കെ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ അടുത്തിടയ്ക്കൊക്കെ ജോലി ആരംഭിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവരെയൊക്കെ ദൈവം കൂടുതൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ യങ് കപ്പിൾസിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് IT മേഖലകളിൽ, മാർക്കറ്റിംഗ് മേഖലകളിൽ, ഗവൺമെൻറ് സർവീസിൽ, ബിസിനസ്സിൽ, അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ പല നിലകളിലൊക്കെ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഓർക്കാം. അവരെ ദൈവം ബലപ്പെടുത്തണമേ, അവരെ ദൈവം അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം കൂടെയിരിക്കണം. പ്രത്യേകിച്ച് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജീവിതമാണ്. പണം ലഭിക്കുന്നുണ്ട്, എന്നാൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദങ്ങളെയൊക്കെ നയിക്കാൻ അവരെ ദൈവം സഹായിക്കും. ദൈവത്തോടൊക്കെ കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കുടുംബം, ആ കുടുംബജീവിതങ്ങളൊക്കെ നന്നായിട്ട് നയിക്കുവാൻ അവരെ ദൈവം ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. സമ്മർദ്ദത്തിലൊന്നും കീഴ്പ്പെട്ടു പോകാതെ കുടുംബജീവിതത്തിലെ കുടുംബ ബന്ധങ്ങളെയൊക്കെ സ്നേഹത്തിൽ നന്നായിട്ട് നയിച്ചു കൊണ്ട് പോകുവാൻ അവരെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. മനുഷ്യബന്ധത്തിൽ എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഉറച്ച ബന്ധങ്ങളൊക്കെ എപ്പോൾ വേണമെങ്കിലും അയഞ്ഞു പോകാം, സ്നേഹത്തിൽ കുറവ് വരാം. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിപ്പാൻ ദൈവം അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കാതെ അവർ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ, അനുഗ്രഹത്തോടെ ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കാൻ
ഒക്കെ അവരെ ഒരുക്കണമെന്ന് പ്രത്യേകം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ പുലർത്തുന്നവരുണ്ട്, ജോലി ചെയ്ത് കുഞ്ഞുങ്ങളെ വളർത്തുന്നവരുണ്ട്. അതൊക്കെ കൃത്യമായി നന്നായിട്ട് മാനേജ് ചെയ്യുവാനായി, ബാലൻസ് ചെയ്യുവാനായിട്ട് ദൈവം അവരെ സഹായിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിൽ വിവാഹം കഴിഞ്ഞ് ദീർഘവർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങൾ ലഭിക്കാതെ, കുഞ്ഞുങ്ങളില്ലാതെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഫാമിലീസ് ഉണ്ടല്ലോ, അവരെ നമുക്ക് ഓർക്കാം പ്രത്യേകം. ദൈവം ഈ നാളുകളിലൊക്കെ നമ്മുടെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. തലമുറകളെ ദൈവം നൽകുന്നുണ്ട്. ദൈവം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളെ നൽകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരും ഒരുക്കത്തോടെ പ്രാർത്ഥിപ്പാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിലൊക്കെ ഡെലിവറിക്ക് വേണ്ടി ഒരുങ്ങുന്നവരുണ്ട്. പ്രത്യേകിച്ച് റിൻസി അടുത്ത ആഴ്ച ഡെലിവറിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ക്യാരിയിങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവം അവർക്ക് വേണ്ട ആരോഗ്യവും ബലവും നൽകണമേ, കുടുംബത്തെ അതിനായിട്ടൊക്കെ ഒരുക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രത്യേകിച്ച് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ ജീവിതം അവർ ആഗ്രഹിക്കുന്നെങ്കിൽ, താല്പര്യപ്പെടുന്നെങ്കിൽ, നല്ല ജീവിത പങ്കാളികളെയൊക്കെ ദൈവം അവർക്ക് ഒരുക്കി കൊടുത്ത് അവരെ മുൻപോട്ട് ദൈവം നടത്തണമേ, നയിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കണമേ, അവരെ പരിപാലിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹൈദരാബാദിന് വേണ്ടി, തെലങ്കാന, ആന്ധ്ര സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഭാരത രാജ്യത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി, ഭരണാധിപന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഭയിലെ ആത്മീയമായ നേതൃത്വത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭകളെയൊക്കെ, പ്രത്യേകിച്ച് CSI സഭ വലിയ ഒരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നേതൃത്വമില്ലാത്തൊരവസ്ഥ, കേസും വഴക്കും ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നൊരവസ്ഥ. നമ്മുടെ സഭയുടെ സൗഖ്യത്തിന് വേണ്ടി, സഭയെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതൊന്നും ദൈവത്തിൻ്റെ ഹിതമല്ല. ഇതൊക്കെ നയിക്കുന്നവരുടെ ദർശനമില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യരാണ്, ബലഹീനരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിച്ച് നമ്മുടെ സഭയെ നഷ്ടപ്പെടുത്തി കളയാതെ, നമ്മുടെ സഭയെ സുവിശേഷ താല്പര്യത്തോടെ, ദൈവസ്നേഹത്തോടെ നയിക്കാനായിട്ട്, പ്രത്യേകിച്ച് പ്രതിസന്ധികളൊക്കെ മാറി, കോർട്ട് കേസും കാര്യങ്ങളും ഒക്കെ മാറി സമാധാനത്തോടെ ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മേഡക് ഡയസിന് വേണ്ടി പ്രാർത്ഥിക്കാം. കേരള മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളി സഭകൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ നഗരങ്ങളിലും നമുക്ക് കൂട്ടായ്മകളും സഭകളും ഒക്കെ ഉണ്ടല്ലോ. അതിൻ്റെ എല്ലാം അനുഗ്രഹത്തിന് വേണ്ടി അവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെയൊക്കെ നമുക്ക് പ്രത്യേകം ഓർക്കാം. നമ്മുടെ മിഷൻ വയൽ പ്രദേശങ്ങളെയും മിഷണറിമാരെയും ഒക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് ഈ ഫോറിൻ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് മിഷൻ ഫീൽഡുകളൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. സുവിശേഷകർക്ക് ശമ്പളം കൊടുക്കാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും മുടക്കം കൂടാതെ നടക്കാനായിട്ട് കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ മിഷണറിമാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. മിഷൻ ഫീൽഡുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ സിസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. സുവിശേഷകർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ചുറ്റുപാടുകൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് നമ്മളൊരു ക്രിസ്മസ് നാളിലേക്കൊക്കെ പ്രവേശിക്കുകയാണല്ലോ. പ്രത്യേകിച്ച് പലയിടങ്ങളിലുമൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ ഉണ്ട്. പലർക്കും പലയിടങ്ങളിലൊക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ദേശം പരസ്പരം സഹനത്തോടെ, ക്ഷമയോടെ ജീവിക്കുന്ന ഒരു ദേശമായിരിക്കാൻ, ക്രിസ്തുവിൻ്റെ സ്നേഹം, വീണ്ടെടുക്കുന്ന സ്നേഹം, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ഈ നാളുകളിൽ കർത്താവ് നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യുദ്ധവും പ്രയാസങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇസ്രായേൽ, പാലസ്തീൻ, ലെബനൈൻ, ഇറാൻ തർക്കങ്ങൾ നടക്കുന്നു. ഒരുപാട് പ്രയാസങ്ങൾ പലയിടങ്ങളിലുണ്ട്. റഷ്യ ഉക്രൈൻ വാർ. ഈ നാളുകളിലൊക്കെ ആ യുദ്ധങ്ങളൊക്കെ നിന്നു പോകുവാൻ, യുദ്ധത്തിനൊക്കെ അവസാനം ഉണ്ടാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകം ശാശ്വതമായ സമാധാനത്തിലേക്കൊക്കെ നീങ്ങുവാൻ, എല്ലാവരുടെയും അനുഗ്രഹവും അഭിവൃദ്ധിയും ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും നമുക്ക് ഓർക്കാം. നമ്മുടെ ഇന്നത്തെ കൂടിവരവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ
ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ഭാരങ്ങളെ, ബുദ്ധിമുട്ടുകളെ നമുക്ക് വേർപാണ്ട ദുഃഖത്തിലായിരിക്കുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം. നാട്ടിലൊക്കെ ഒറ്റയ്ക്ക് പാർക്കുന്ന പ്രിയപ്പെട്ടവരൊക്കെ നമുക്ക് ഓർക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ വിഷമങ്ങളും, സങ്കടങ്ങളും, പ്രയാസങ്ങളും, പ്രതികൂലങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് ഒരുങ്ങാം. ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ഇപ്പോൾ ജെസ്സി ആൻറ്റി നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. കേൾക്കാം അച്ഛാ? കേൾക്കാം ആൻറ്റി, കേൾക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നു ഞങ്ങൾ കാണും നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലോ. ഇന്നു ഞങ്ങൾ നടക്കും വഴികളെല്ലാം നിന്റെ കൃപയൊന്നു മാത്രം. ഇന്നു ഞങ്ങൾ കാണും നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലോ. ഇന്നു ഞങ്ങൾ നടക്കും വഴികളെല്ലാം നിന്റെ കൃപയൊന്നു മാത്രം. കൂടുവിട്ടു വീട് വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്തില്ലേ. കൂടുവിട്ടു വീട് വിട്ടു ഞാൻ അലഞ്ഞപ്പോൾ എൻ്റെ കൂടെ യാത്ര ചെയ്തില്ലേ. എന്നെ വഴിയിൽ കരുതുന്നവൻ അനുദിനം കരങ്ങളിൽ വഹിക്കും. എന്നെ വഴിയിൽ കരുതുന്നവൻ അനുദിനം കരങ്ങളിൽ വഹിക്കും. ഇന്നു ഞങ്ങൾ കാണും നന്മകളെല്ലാം ദൈവത്തിൻ്റെ ദാനമല്ലോ. ഇന്നു ഞങ്ങൾ നടക്കും വഴികളെല്ലാം നിന്റെ കൃപ ഒന്നു മാത്രം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ പകൽ സമയത്തിനായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ വെള്ളിയാഴ്ച ദിവസം കർത്താവേ, ഞങ്ങൾ ഏക മനസ്സോടെ നാഥ ഈ പ്ലാറ്റ്ഫോമിലൂടെ കർത്താവേ നിന്നെ ആരാധിക്കുവാൻ, നിന്നെ പാടി സ്തുതിക്കുവാൻ തന്ന ഈ നല്ല അവസരത്തിനായി ഞങ്ങൾ നിനക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവെ, പലരും ഇത് ആഗ്രഹിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ പോയ അനേകരുണ്ട് കർത്താവെ. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ച, കഴിഞ്ഞ ഒരാഴ്ചക്കാലം നീ ഞങ്ങളെ അത്ഭുതകരമായി അതിശയകരമായി വരുന്നെടുത്തിയ ആ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പ, ഞങ്ങളുടെ ഓരോ ദിവസവും നീ തരുന്ന ദാനമാണ് കർത്താവെ. ഞങ്ങളത് അറിഞ്ഞ് കർത്താവെ, ഞങ്ങളെപ്പോഴും നിനക്ക് നന്ദിയുള്ളവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിടുക്കോ സാമർഥ്യമോ ഒന്നുമല്ല കർത്താവെ. നിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളിൽ ലജ്ജിച്ചു പോയിട്ടില്ല കർത്താവെ. ഞങ്ങളുടെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ കർത്താവെ, ഞങ്ങൾ അബ്ബാ പിതാവേ എന്ന് വിളിച്ച് നിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിച്ചപ്പോൾ നീ അവിടുന്ന് സ്വർഗത്തിന്റെ കിളിവാതിൽ തുറന്ന് കർത്താവെ നിന്റെ മക്കളെ അനുഗ്രഹിച്ച ആ വലിയ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം കർത്താവെ. കർത്താവെ, ഈ 2024 ലാസ്റ്റ് ദിവസങ്ങളിലേക്ക് ഞങ്ങൾ വന്നിരിക്കുന്നു കർത്താവെ. കർത്താവെ, കഴിഞ്ഞ 11 മാസം ഞങ്ങളെ നീ അത്ഭുതകരമായി വഴി നടത്തിയതല്ലോ കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിൽ നാഥ കഷ്ടതകൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ, വേർപാടുകൾ ഒക്കെ ഉണ്ടായിരുന്നിട്ടും കർത്താവെ, നീ അവിടെ ഞങ്ങളെ തളരാതെ പതറാതെ നിൽക്കുവാൻ നിന്റെ ആത്മബലം നീ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം, സ്തോത്രം കർത്താവെ. നിന്റെ കൃപയിൽ ഞങ്ങളെ ഓരോ ദിവസവും കാത്തു പരിപാലിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഏത് പ്രതികൂല സാഹചര്യത്തിലും കർത്താവെ, നിന്നെ മുറിവ് പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന മക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. ആ വലിയ വിശ്വാസം നീ ഞങ്ങൾക്ക് തന്നതിനാൽ സ്തോത്രം, സ്തോത്രം കർത്താവെ. അപ്പച്ച, ഞങ്ങൾ ഓരോരുത്തരും കർത്താവെ നിന്നെ അറിഞ്ഞ് ജീവിക്കുന്ന മക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനം നീ പാർക്കുന്ന ഭവനമാക്കി തീർക്കണമേ കർത്താവെ. ഞങ്ങൾ ഏതൊരു കാര്യത്തിൽ ഇടപെട്ടാലും കർത്താവെ, നിന്റെ കൃപ, നിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് കർത്താവെ ഞങ്ങൾ ഓരോ കാര്യത്തിലും ചെയ്യുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നീ തന്ന ദാനമാണ് കർത്താവെ. അവരാരും തന്നെ നിന്റെ സന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടു പോകുവാൻ നാഥ അവിടുന്ന് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കർത്താവെ നീ അവരുടെ വാഹനത്തെ ഒക്കെ നിയന്ത്രിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നല്ല മാതൃകയുള്ള മക്കളായ കർത്താവെ, അനേകർക്ക് കർത്താവെ നീ അവിടുന്ന് പ്രയോജനമുള്ള ജീവിതം
ജീവിതം നയിക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളിലൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക്, സമൂഹത്തിന്, കർത്താവെ, കുടുംബത്തിനൊക്കെയുള്ള മാതൃകയുള്ള കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ, ഒരു ക്രിസ്ത്യാനി എന്ന പദത്തിന്റെ അർത്ഥം മനസ്സിലാക്കി കർത്താവെ, ക്രിസ്തുവിനെ അനുകരിക്കുന്നവരായി തീർന്ന് കർത്താവെ, മറ്റുള്ളവർക്കും ആ സ്നേഹം പങ്കെടുക്കുവാൻ കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കുഞ്ഞുങ്ങൾ അടുത്തും അകലെയായിരിക്കുന്ന എല്ലാ മക്കളെയും പേരുപേരായി കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്നിടത്ത് നിന്റെ കൃപയിൽ നിന്റെ മക്കളെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, ഞങ്ങൾ പാർക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. സന്തോഷം, സമാധാനം നീ അവിടുന്ന് ദാനമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ ഭരണകർത്താക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നാഥ. നീതിയും ന്യായവും നാഥ നീ അവിടുന്ന് നടത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോക സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, യുദ്ധവും ഒക്കെ അവിടെ നടക്കുമ്പോൾ കർത്താവെ, അവിടെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും തന്നെ കർത്താവെ നിന്റെ സന്നിധിയിൽ നകന്നു പോകുവാൻ നാഥ നീ അവിടുന്ന് ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽപക്കത്തുകാർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരായിരിക്കുന്നിടത്ത് നിന്റെ കൃപയിൽ നിന്റെ മക്കളെ പൊതിഞ്ഞുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ, ഞങ്ങളുടെ സഭയെ മുറ്റുമായി കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയ്ക്ക് കർത്താവെ നേതൃത്വം നൽകുന്ന ഞങ്ങളുടെ അച്ഛനെ കുടുംബമായി കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. നാഥാ, നിന്റെ മകനിലൂടെ കിട്ടുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് ഒരു രൂപാന്തരത്തിന് വഴിയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും ഞങ്ങൾ കേൾക്കുന്ന വചനം കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് കർത്താവെ ഞങ്ങൾ അതിൻ പ്രകാരം ജീവിച്ചു കർത്താവെ. ഞങ്ങളിലുള്ള പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് കർത്താവെ പുതിയ മനുഷ്യനായി കർത്താവെ, പുതിയൊരു ജീവിതം കർത്താവെ ഞങ്ങൾ മുഖാന്തരം അനേകർക്ക് കർത്താവെ മാതൃകയുള്ള ജീവിതം നയിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊച്ചുമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാഥ. നിന്റെ മകൾക്കും കഴിഞ്ഞ ദിവസങ്ങൾ രോഗത്താലൊക്കെ ഭാരപ്പെട്ടപ്പോൾ നാഥ നീ അവിടുന്ന് അത്ഭുതകരമായി അതിശയകരമായി വഴിനടത്തിയ വിധങ്ങളെ ഓർത്ത് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. കുഞ്ഞുങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും അവിടുന്ന് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ, നല്ല ഭാവി നിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭയ്ക്ക് സൺഡേ സ്കൂൾ, കൊയർ, യൂത്ത്, വിമൻസ് ഫെലോഷിപ്പ്, ആത്മായ ഫെലോഷിപ്പ്, കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. നിങ്ങളുടെ മക്കളുടെ ഓരോ തീരുമാനങ്ങളും കർത്താവെ സഭയുടെ നന്മയ്ക്കും വളർച്ചയ്ക്കും കാരണമാകുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, സഭയിലെ ഓരോ കുടുംബത്തെയും പേരുപേരായി കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. അപ്പച്ചാ, പലരും പലവിധ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് കർത്താവെ. മറ്റുള്ളവരോട് പറയാൻ വയ്യാത്ത വേദനയുമായി കഴിയുന്ന അനേകരുണ്ട് കർത്താവെ. നാഥ, ഓരോരുത്തരുടെയും ഹൃദയങ്ങളുടെ അന്തരംഗങ്ങളെ അറിയുന്നവനായ കർത്താവ് നീ മാത്രമാണല്ലോ. അപ്പാ, നിന്റെ മക്കളോട് മനസ്സലിയണമേ കർത്താവെ. അവരോട് മനസ്സലിയണമേ. അവർക്ക് സമാധാനം, സന്തോഷം നീ അവിടുന്ന് ദാനമായി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, നീ ഞങ്ങൾക്കൊന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല കർത്താവെ. എത്രയോ ആളുകൾ കർത്താവെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ അലയുമ്പോൾ നാഥ നിന്റെ മക്കളെ നീ ഇത്രത്തോളം കാത്തു പരിപാലിച്ച വലിയ കൃപയ്ക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അപ്പച്ചാ, കർത്താവെ, ഞങ്ങൾ ഒരു ക്രിസ്മസിന്റെ കാലത്തിലേക്ക് വന്നിരിക്കുന്നു കർത്താവെ. കർത്താവെ, ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളിലൂടെ മറ്റുള്ളവരും അറിയുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ രോഗികളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു നാഥ. കർത്താവെ, അച്ഛൻ പേര് പറഞ്ഞ എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവെ. നിന്റെ ആണിപ്പഴുതുള്ള കൈ നീട്ടി നിന്റെ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശുശ്രൂഷിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പാ, നീ അവിടുന്ന് അവർക്ക് സൗഖ്യവും ആശ്വാസവും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അപ്പച്ചാ, ഞങ്ങൾക്ക് നിന്നോട് പ്രാർത്ഥിപ്പാൻ മാത്രമേ അർഹതയുള്ളൂ നാഥ. ഞങ്ങളുടെ യാചനകളുടെ ശബ്ദം കേൾക്കുന്നവനായ കർത്താവ് നീ മാത്രം
മാത്രമാണ് കർത്താവേ. അപ്പാ നിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുത്തെ പേരുപേരായി കരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ നിന്റെ മക്കൾക്ക് പരിപൂർണ്ണ സൗഖ്യം കടന്നു കർത്താവേ. എൻ്റെ യേശുപ്പച്ചൻ എനിക്ക് ഇത്ര അത്ഭുതം ചെയ്തു എന്ന് കർത്താവേ, ഞങ്ങളുടെ സാക്ഷ്യം പറയുവാൻ നിന്റെ മക്കളിലൂടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർദ്ധക്യവും നരയുള്ള കാലത്തോളം ഞാൻ നിന്നെ കൈവിടുകയില്ലെന്ന് അരുളി ചെയ്തവനായ നാഥ, നിന്റെ മക്കളോടും മനസ്സല്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചാ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കർത്താവേ, പിഞ്ചു കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനോടൊന്ന് കൊടുക്കണമേ നാഥ. ദൈവിക ബോധത്തിലും ദൈവിക ജ്ഞാനത്തിലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജോലിയില്ലാത്ത ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, ഞങ്ങൾ അവർക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ ഭവനത്തിന്റെ ആവശ്യങ്ങൾ നാഥ നീ അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങൾ മുഖാന്തരം ഓരോ ഭവനവും അനുഗ്രഹിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അപ്പാ, നീ അവിടുന്ന് അവർക്ക് നല്ല വഴിയും വാതിലും തുറന്നു കൊടുക്കണമേ കർത്താവേ. വിവാഹമൊക്കെ ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ നടക്കുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിവാഹപ്രായമായ എല്ലാ കുഞ്ഞുങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. അവർക്കും തക്കതായ തുണയെ നീ അവിടുന്ന് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, നീ ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കുന്ന ദൈവമാണ് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അപ്പച്ചാ, നിന്റെ സ്നേഹവും കരുതലും ഞങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പാ, ഞങ്ങളുടെ അയോഗ്യത മൂലം ഞങ്ങൾ പലരും നിന്നോട് ചോദിക്കുവാൻ മറന്നു പോകുന്നു കർത്താവേ. എന്നാൽ നീ എപ്പോഴും കണ്ണ ചെയ്യുന്ന സ്വഭാവമുള്ള കർത്താവ് തന്നെയാവുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. അപ്പച്ചാ, നിന്റെ മക്കളുടെ പ്രാർത്ഥനകളെല്ലാം നീ അവിടുന്ന് ശ്രദ്ധ വെച്ച് കേൾക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ CSI സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ ഞങ്ങളുടെ സഭ മുന്നോട്ട് വളരുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാ അച്ഛന്മാർക്കും കുടുംബത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എല്ലാ മിഷനറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മിഷൻ ഫീൽഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അനേക പ്രതിസന്ധികളൊക്കെ ഉണ്ട് കർത്താവേ. അപ്പാ, നീ അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവേ. നിന്റെ മക്കൾ മുഖാന്തരം കർത്താവേ അനേകർക്ക് നിന്നെ അറിയുവാൻ ഒരു കാരണമാക്കി തീർക്കണമേ കർത്താവേ. എല്ലാ പ്രതിസന്ധികളും മാറ്റി നാഥ, നിന്റെ കൃപ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പച്ചാ, നീ ഞങ്ങൾക്ക് തന്ന ഈ നല്ല ദിവസത്തിനായി സ്തോത്രം കർത്താവേ. അപ്പാ, ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു കർത്താവേ. അപ്പച്ചാ, ഞങ്ങൾ അല്പസമയം നിന്റെ വചനം കേൾക്കുവാനായിട്ടിരിക്കുന്നു കർത്താവേ. നിന്റെ വചനം ഞങ്ങൾക്കൊരു രൂപാന്തരത്തിന് മാറ്റമായി തരുവാൻ അവിടുന്ന് സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ വചനം കേൾക്കുന്നവരായിട്ടല്ല കർത്താവേ, അതിൻ പ്രകാരം ജീവിക്കുന്ന മക്കളായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനവ മഹത്തോട് നിർത്താട്ടെ. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാവുന്നു. അവൻ നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്നുള്ള ആ വലിയ പ്രത്യാശയിൽ ഓരോ ദിവസവും ജീവിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. മാനവ മഹത്തോട് നിർത്താട്ടെ. എല്ലാം യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമേൻ. ദൈവപിതാവേ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ സർവസ്വം മുമ്പിലാണ് കുമ്പിടുന്നു. ജീവനുമെൻ സർവസ്വം മുൻപിലാണ് കുമ്പിടുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ്
കുമ്പിടുന്നു ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു പവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു ജീവനുമെന്റെ സർവസ്വവും മുൻപിലാണ് കുമ്പിടുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിൽ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയാക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യട്ടെ. നമുക്കറിയാം, നമ്മൾ ഒരു 2024 അവസാന മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2 ദിവസം കൂടെ കഴിയുമ്പോൾ ഞായറാഴ്ച മുതൽ നമ്മൾ ഡിസംബർ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മെ സഭയായിട്ട്, കുടുംബമായി, വ്യക്തികളായിട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു, നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചതിലും നമ്മൾ സ്വപ്നം കണ്ടതിലുമൊക്കെ അപ്പുറമായി ദൈവം നമ്മെ പരിപാലിക്കുന്നു. ആ വലിയ ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഈ വർഷത്തെ അവസാനത്തെ മാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതം എപ്പോഴും ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. ലൈഫ് ഈസ് നോട്ട് ഓൺലി ടു ലിവ്, ലൈഫ് ഈസ് ഓൾസോ ടു ലേൺ. അത് ചിലതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും കൂടെ ഉള്ളതാണ്. ആൻഡ് ലേണിംഗ് മേക്സ് ലൈഫ് മോർ മീനിങ്ഫുൾ ആൻഡ് വർക്ക്. അല്ലേ, നമ്മൾ ചില കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും അതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ, മനസ്സിലാക്കുന്നതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ, അടിസ്ഥാനത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്, ജീവിതത്തിന് വിലയുണ്ടാകുന്നത്, ജീവിതത്തിന് മൂല്യമുണ്ടാകും. നമുക്ക് കാര്യങ്ങൾ പഠിക്കാനുള്ള പല അവന്യൂസ് ഉണ്ട്. എവറി ഈവന്റ്, എവറി മൊമെന്റ് ഈസ് എ ലേണിംഗ് എക്സ്പീരിയൻസ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഒരു അറിയുന്ന, അല്ലെ നമുക്ക് പുതിയ പുതിയ ചില ധാരണകൾ നൽകുന്ന അനുഭവങ്ങളാണ്. അല്ലേ, ഓരോ അവസ്ഥയിലൂടെ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ മനസ്സിലാക്കും, തിരിച്ചറിയും. ഓരോ ദിവസവും നമ്മൾ എന്താണ് പുതിയതായിട്ട് മനസ്സിലാക്കുന്നത് എന്നൊന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. ഒരു ദിവസം വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഇന്ന് ഞാൻ എന്താണ് എൻ്റെ ജീവിതത്തിൽ പുതിയതൊന്ന് മനസ്സിലാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യം. നമ്മുടെയൊക്കെ ഒരു വലിയ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് സാങ്കേതികപരമായ വളർച്ച നടക്കുന്നുണ്ട്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് നടക്കുന്നുണ്ട്, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ വളരുന്നുണ്ട്. സയൻസ് ഈസ് പ്രോഗ്രസിങ്, ടെക്നോളജി ഈസ് പ്രോഗ്രസിങ്, വേൾഡ് ഈസ് പ്രോഗ്രസിങ്. പക്ഷെ പലപ്പോഴും നമ്മളുടെ ലൈഫ് ഈസ് നോട്ട് പ്രോഗ്രസിങ്. നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ ജീവിത ശൈലികൾ, നമ്മുടെ സമീപനങ്ങൾ
എല്ലാം മിക്കപ്പോഴും പഴയതാണ്. അതൊന്നും പലപ്പോഴും നമുക്കെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും കയ്യിൽ വലിയ ഹൈഫൈ മൊബൈലുണ്ട്, കാറുണ്ട്, വീട് സൗകര്യങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിൽ നമ്മളൊരു പ്രാകൃതമായ ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്ത ഒരു ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ, ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട്, ഈ അറിവ് കൊണ്ട്, ഈ നേട്ടങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? അത് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ആവശ്യം. അതുകൊണ്ട് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ തിരിച്ചറിവോടുകൂടെ ജീവിപ്പാനും നമ്മുടെ റിലീജിയനും അങ്ങനെ തന്നെയാണ്. മതം, വിശ്വാസത്തിനും ഈ ഒരു ചിന്ത വളരെ പ്രസക്തമാണ്. എവ്രി ഡേ we need to improve, we need to advance in our faith. ഓരോ ദിവസവും നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ മതപരമായ ബോധ്യങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. We need to add insights into our spirituality. നമ്മുടെ ആത്മീയതയിൽ പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ കൂട്ടിച്ചേർക്കാനായിട്ട്, അതിൻ്റെ മുകളിൽ അതിനെ അഡ്വാൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസ ജീവിതം തുടങ്ങിയെടുത്ത് നിൽക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ബിക്കോസ് we are growing, we are developing, we are progressing, we are advancing. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസ ജീവിതവും മുൻപോട്ട് വളർന്ന്, പൗലോസ് അപ്പോസ്തലൻ അതിന് വളരെ മനോഹരമായ ഒരു ഇമേജ് പറയുന്നത്, നിങ്ങൾ ശിശുവായിരുന്നപ്പോൾ ഞാൻ നിങ്ങൾക്ക് പാലാണ് നൽകിയത്, ഇപ്പോൾ നിങ്ങളൊക്കെ മെച്യൂർ ആയിരിക്കുന്നു, നിങ്ങളൊക്കെ പക്വത പ്രാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ, ശിശുവായിരിക്കുമ്പോൾ ശിശുവിൻ്റെ കർമ്മം ചെയ്യും, പ്രായമാകുമ്പോൾ പ്രായത്തിൻ്റെ അതിനനുസരിച്ചുള്ള പക്വതയും അതിനനുസരിച്ചുള്ള കർമ്മങ്ങളും നമുക്ക് ചെയ്യണം. അതാണ് നമ്മുടെ വളർച്ചയുടെ, നമ്മുടെ പുരോഗതിയുടെ, നമ്മുടെ പ്രോഗ്രഷൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു തിരിച്ചറിവ്, അതിൻ്റെ ഒരു പ്രതീകം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മെച്യൂർ ആകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ വേദപുസ്തക ജ്ഞാനം അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? We are trying to improve their biblical knowledge. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച്, അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച്, അതിൻ്റെ പൈതൃകത്തെക്കുറിച്ചൊക്കെ നമ്മൾ അവരെ പഠിപ്പിക്കുകയാണ്. We are improving their biblical knowledge. We are improving their knowledge of God. We are improving, advancing their knowledge of church. അല്ലെ, സഭയെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ചുറ്റുപാടുകളെക്കുറിച്ച്, ആരാധനയെക്കുറിച്ചൊക്കെ ഉള്ള അവരുടെ അറിവിനെ നമ്മൾ വളർത്താനായിട്ട്, അതിനെ പുരോഗമിപ്പിക്കുവാനായിട്ട്, അതിനെ ഉയർത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും, ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിലും ഈ ഒരു വളർച്ച, ഈ ഒരു വലിയ പുരോഗതി, കാലത്തിനനുസരിച്ചുള്ള, കാലത്തിൻ്റെ വെല്ലുവിളികളെയും കാലത്തിൻ്റെ പ്രതിസന്ധികളെയും ഒക്കെ നേരിടാനുള്ള ഒരു വളർച്ച, ഒരു പക്വത തീർച്ചയായിട്ടും ഓരോ വിശ്വാസിയും നേടേണ്ടത്, സമ്പാദിക്കേണ്ടത് ആവശ്യം. നമ്മൾ ഈ നാളുകളിലൊക്കെ പെന്തക്കോസ്തിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പെന്തക്കോസ്റ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇൻ പെന്തക്കോസ്റ്റ്, ഓൺ പെന്തക്കോസ്റ്റ്, we are seeing a church in progress. ഈ കർത്താവിനോടൊപ്പം ഗലീലയിൽ നിന്ന് യാത്ര ആരംഭിച്ച ഒരു സമൂഹത്തിൻ്റെ അതുവരെ കാണാത്ത ഒരു രൂപം, ഒരു ഭാവം, ഒരു സ്വഭാവം നമ്മൾ അന്ന് അവിടെ കാണുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ. അങ്ങനെ ഒരു സംഭവം അവരുടെ ജീവിതത്തിൽ മുമ്പുണ്ടായിട്ടില്ല. അങ്ങനെ കുറെ ആളുകളെ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. കർത്താവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലായിരുന്നപ്പോഴും, കർത്താവിൻ്റെ അത്ഭുതങ്ങളുടെ പങ്കാളികളായിരുന്നപ്പോഴും ഒന്നും, സ്വർഗാരോഹണത്തിന് അവർ വിറ്റ്നസ് ചെയ്തപ്പോഴും ഒന്നും ഇങ്ങനെ ഒരു സഭയെ, ഇങ്ങനെ ഒരു സമൂഹത്തെ നമ്മൾ കണ്ടില്ല. ബിക്കോസ് ഫ്രം there, through walking along with, living along with, traveling along with Jesus and being part of or witnessing the crucifixion, the resurrection, the ascension of our Lord and Savior Jesus Christ, they were progressing. They were becoming matured disciples.
ഓർ അവർ ശിഷ്യന്മാരിൽ നിന്ന് they were trying to transform themselves as apostles, അല്ലെ? പ്രായഭേദമന്യേ അവര് അപ്പോസ്തലരായി, ദൈവത്താൽ അയക്കപ്പെട്ടവരായി, ക്രിസ്തുവിന്റെ അയക്കപ്പെട്ട ദാസീദാസന്മാരായിട്ട് അവർ വളരുകയായിരുന്നു. അതുവരെ അവരൊരു സമൂഹത്തിന് they were merely part of a movement. But on Pentecost, they themselves becoming a movement. അവര് സ്വയം ഒരു 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 പ്രസ്ഥാനമായി, സ്വയം അവര് ക്രിസ്തുവിന്റെ അനുയായികളായി, അപ്പോസ്തലരായി, അയക്കപ്പെട്ടവരുടെ ശുശ്രൂഷ, കർമ്മം, പ്രവൃത്തി നിർവഹിക്കുന്നവരായി, നിറവേറ്റുന്നവരായി അവര് പരിണമിക്കുകയായിരുന്നു. So we see a kind of gradual progression, അല്ലെ? ഒരു വളരെ ക്രമീകൃതമായ, ക്രമേണയുള്ള ഒരു വളർച്ച നമുക്ക് അവരിൽ കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് പെന്തക്കോസ്ത് ഇന്ന് നമ്മളോട് പറയുന്നതും അതാണ്. ഇരിക്കുന്നിടത്ത് തന്നെ ആകരുത്, ഇരുന്നത് പോലെ തന്നെ ആകരുത്. നമ്മളുടെ അറിവ്, നമ്മളുടെ ജ്ഞാനം, നമ്മളുടെ തിരിച്ചറിവ്, അതൊക്കെ കൂടുതൽ ആഴമായിട്ട് വളരാൻ, അതിനെ ഉയർത്തിക്കൊണ്ട് വരുവാനായിട്ട് നമുക്ക് സാധിക്കണം. പെന്തക്കോസ്തിന്റെ ഒരു ചലഞ്ച്. നമ്മൾ ഈ പെന്തക്കോസ്ത് സംഭവത്തെക്കുറിച്ച് കുറേ നാളുകളായിട്ട് നമ്മൾ പഠിക്കുകയാണല്ലോ. ഓരോ ആഴ്ചയിലും നമ്മൾ ഓരോരോ ചിന്തകളാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച അവർ സംസാരിച്ചു തുടങ്ങി എന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അവരുടെ സംസാര ശൈലിയിലൊരു മാറ്റം, അവരുടെ സംസാരത്തിന്റെ സബ്ജക്റ്റിലൊരു മാറ്റം, അവരുടെ സംസാരത്തിന്റെ രീതിയിലൊരു മാറ്റം. അതുവരെ സംസാരിക്കാനും പരസ്യമായിട്ട് പറയാനും അവർ പ്രീച്ച് ചെയ്യണമെന്ന് അതിൻ്റെ അർത്ഥം. they become a preaching community. അവർ കർത്താവിന്റെ സുവിശേഷം അവരൊക്കെ പ്രസംഗിച്ചു. നേരത്തെയൊക്കെ അവർ പ്രസംഗിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഇന്നത്തെ പ്രസംഗത്തിന് കുറച്ചുകൂടി ഒരു വ്യത്യാസം ഉണ്ടാകും. അങ്ങനെ അവരുടെ വളർച്ചയിൽ, അവരുടെ ജീവിതത്തിൽ വളരെ 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 പ്രതീക്ഷാ നിർഭരമായ ഒരു വളർച്ച, ഒരു പുരോഗതി നമുക്ക് ഈ പെന്തക്കോസ്ത് ദിനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. എന്താണ് സത്യത്തിൽ ഈ പെന്തക്കോസ്തിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഇമ്പാക്ട് ഓഫ് പെന്തക്കോസ്റ്റ്. അതാണ് നമ്മൾ ഈ നാളുകളിലൊക്കെ പഠിക്കുന്നത്. ഇമ്പാക്ട് ഓഫ് പെന്തക്കോസ്റ്റ് എന്ന് പറയുന്നത് പേടിച്ചരണ്ടിരുന്ന കുറച്ച് മനുഷ്യരും ചുറ്റുപാടുകളിലൊക്കെ ഭയപ്പെട്ടിരുന്നവര് they began to speak, they become so bold. അവര് കുറച്ച് ബോൾഡായി. അവരെ ഞങ്ങളിനി ആരും കാണരുത്, ഞങ്ങൾ ആരും ഒരു മൂലയ്ക്ക് മാറിയിരിക്കണം, അങ്ങനെ ആ ഭയമൊക്കെ വിട്ടിട്ട് അവര് ബോൾഡായിട്ട് അവര് സംസാരിച്ചു തുടങ്ങി. അവർക്ക് ദൈവം കൊടുത്തതുപോലെ ദൈവം കൊടുത്തതുപോലെ അവര് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. എന്താണ് സംസാരം എന്ന് പറയുന്നത്? സഭയുടെ സംസാരം എന്ന് പറയുന്നത് ഒരു വലിയൊരു ലാർജർ, വൈഡർ ഫ്രെയിം വർക്കിന്റെ ഒരു ഭാഗമാണ്. ദ വേ വി സ്പീക്ക്, ദ വേ വി കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയുന്നത്, ദ വേ വി പ്രീച്ച് എന്ന് പറയുന്നത് ഈസ് ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ വൈഡർ ഫ്രെയിം വർക്ക്. ആ ഫ്രെയിം വർക്ക് എന്താണെന്ന് ചോദിച്ചാൽ ദ ഫ്രെയിം വർക്ക് ഓഫ് വിറ്റ്നസിങ്. അത് സഭയെ സംബന്ധിച്ച് സഭ വിളിക്കപ്പെട്ടിരിക്കുന്നത് കർത്താവിന്റെ സാക്ഷികളാകുവാനായിട്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലും അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന ദൈവത്തിന്റെ ആത്മാവ് സഭയുടെ മേൽ വരുമ്പോൾ, ശിഷ്യന്മാരുടെ മേൽ വരുമ്പോൾ, നിങ്ങൾ എന്താണ്? യെരുശലേമിലും യഹൂദയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. അപ്പൊ ഈ പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ഇമ്മീഡിയറ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എ വിറ്റ്നസിങ് ചർച്ച്. കർത്താവിനെ സാക്ഷിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിന്റെ സ്നേഹത്തിന്, കർത്താവിന്റെ ജീവിതത്തിന് സാക്ഷ്യം പറയുന്ന സഭയാണ് യഥാർത്ഥത്തിൽ. ദ ഇമ്പാക്ട് ഓഫ് പെന്തക്കോസ്റ്റ് ഈസ് എ വിറ്റ്നസിങ് ചർച്ച്. നമുക്കറിയാം അവർ എങ്ങനെയാ തുടങ്ങിയത്. their witness began with a verbal testimony, verbal explaining of what happened to them in private. അവർക്ക് ഈ മൽക്കോസിന്റെ മാളികയിൽ അവർ ഒരുമിച്ച് കൂടിയിരുന്ന സമയത്ത് അവരുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ സ്വകാര്യമായി, പ്രൈവറ്റ് ആയിട്ട്, രഹസ്യമായി, ഹിഡനായിട്ട് എന്താണോ സംഭവിച്ചത്, വാട്ട് വാസ് ഹാപ്പനിങ് ഇന്റേണലി, അവരുടെ ഉള്ളിൽ എന്താണോ സംഭവിച്ചു കൊണ്ടിരുന്നത്, അത് അവര് they began to explain to them. So verbal explanation. ഈ കർത്താവിനെ സാക്ഷിക്കുന്നതിൽ നമ്മുടെ ഈ വാക്കുകൾ കൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ, വിശദീകരണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. See, we have to explain, we have to narrate
our internal intimate experiences of the divine. കർത്താവിൻ്റെ ശിഷ്യരെന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ, ദൈവത്തിൻ്റെ കൃപകൾ നമ്മുടെ ജീവിതത്തിൽ മറ്റാരും അറിയാതെ ആത്മീകമായിട്ട് ആന്തരികമായിട്ട് അനുഭവിക്കുന്നതിനെ, അതിനെ പരസ്യപ്പെടുത്തി, അതിനെ പരസ്യമായി പറയുന്നത് തന്നെയാണ് ദൈവത്തെ സാക്ഷീകരിക്കുന്നതിൻ്റെ ഒരു വിറ്റ്നസിങ് കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മൾ അനുഭവിക്കുന്ന അതേഴ്സ് മേ നോട്ട് ഹാവ് ദ സെയിം എക്സ്പീരിയൻസ്. നമ്മൾ അനുഭവിക്കുന്നത് പോലെ അല്ലായിരിക്കാം മറ്റുള്ളവർ ദൈവത്തിൻ്റെ കൃപകളും നന്മകളും ഒക്കെ അനുഭവിക്കുന്നത്. ദേ മേ ഹാവ് എ ഡിഫറെന്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ്. അവർക്കൊരു പക്ഷേ നമ്മളെക്കാൾ വ്യത്യസ്തമായ വിഭിന്നമായ അനുഭവമായിരിക്കാം ദൈവത്തെക്കുറിച്ച് പറയാനുള്ളത്, അനുഭവിക്കാനും വിശദീകരിക്കാനായിട്ടുമുള്ളത്. കാരണം എല്ലാവരുടെയും അനുഭവങ്ങൾ വ്യത്യസ്തമാണ്. എവ്രി എക്സ്പീരിയൻസ് ഈസ് യുണീക്ക്. എല്ലാ അനുഭവങ്ങളും വളരെ വ്യത്യസ്തമാണ്, സവിശേഷമാണ്, സ്പെഷ്യലാണ്. അതുകൊണ്ട് വി മസ്റ്റ് ബിഗിൻ ടു ഷെയർ അവർ എക്സ്പീരിയൻസസ് ഓഫ് ഗോഡ്. ദൈവത്തെ നമ്മൾ അനുഭവിച്ചറിയുന്നത് പരസ്പരം പറയാനായിട്ട് നമുക്ക് സാധിക്കണം, അത് ഷെയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. വി മസ്റ്റ് ഷെയർ അവർ എക്സ്പീരിയൻസസ് ഓഫ് ഗോഡ്. കുറ്റം പറയാനല്ല നമ്മൾ കൂടിയിരിക്കേണ്ടത്, കുറവുകൾ പറയാനല്ല നമ്മൾ കൂടിയിരിക്കേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് ഗോസിപ്പിംഗ്. നമ്മൾ ഞായറാഴ്ച ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടി വരുമ്പോൾ നമുക്ക് ഒരു ആഴ്ച നമ്മൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ നമുക്ക് പറ്റുമോ? അതോ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയിരുന്ന് അവനെ കുറ്റം പറയാനും ഇവനെ കുറ്റം പറയാനും അവരുടെ കുഴപ്പം പറയാനും ഇവർ കൂടിയിരുന്ന് സംസാരിക്കുക, ഇപ്പുറത്തോട്ട് മാറിയിരുന്ന് കമൻറ്റ് പാസ് ചെയ്യാനുമാണോ നമ്മൾ സമയം? അതൊന്നും നമ്മൾ ഒരുമിച്ച് കൂടി മറ്റുള്ള കാര്യങ്ങൾ പറയണ്ട എന്നൊന്നും ഞാൻ പറയത്തില്ല. അതൊക്കെ പറയണം, നല്ല കാര്യങ്ങളൊക്കെ പറയണം. പക്ഷെ അതിൻ്റെ ഉള്ളിൽ, ആ കണ്ടന്റിൻ്റെ ഉള്ളിൽ, have we ever tried to share how God has intervened in our life, how we have experienced as an individual, as a family, the presence of God in ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചത് എപ്രകാരമാണ്, എങ്ങനെയാണ് എന്നൊന്ന് പരസ്പരം പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ദാറ്റ് വിൽ ബി മോർ എൻകറേജിങ്, ദാറ്റ് വിൽ ബി മോർ അഫേമിങ്. അത് കുറച്ചുകൂടി പ്രചോദനാത്മകമായിരിക്കും. നമ്മുടെ സമാനമായ ജീവിത അനുഭവങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെയൊക്കെ ചില പങ്കുവയ്ക്കലുകൾ തീർച്ചയായിട്ടും ചില ജീവിതങ്ങളെ ശക്തിപ്പെടുത്തും. അതുകൊണ്ട് ഞാൻ ഈ വർഷം നമ്മുടെ 31-ാം തീയതി ആരാധനയുടെ ആമുഖമായിട്ട് 11:30 മണിക്കാണ് നമ്മുടെ വാച്ച് നൈറ്റ് സർവീസ് തുടങ്ങുന്നത്. ഒരു 10 മണിയാകുമ്പോൾ നമ്മൾ ഒരു സാക്ഷ്യയോഗം വെച്ചിട്ടുണ്ട്. അതൊരു തമാശയായിട്ട് ചിലരെങ്കിലും ഒക്കെ തോന്നും. ഈ പെന്തക്കോസ്തുകാരെ സാക്ഷ്യം പറയത്തുള്ളൂ, അങ്ങനെയുള്ള ഭയങ്കര ആത്മീയമായ രോഗം ബാധിച്ചവർക്ക് ആണ് സാക്ഷ്യം പറയുന്നത് നമ്മൾ അങ്ങനെയൊന്നുമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ചെറിയ കാര്യമോ വലിയ കാര്യങ്ങളോ, നമുക്കൊക്കെ ചെറുപക്ഷെ വലിയ വലിയ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ നമ്മളതൊന്നും പറയത്തില്ല, നമ്മളതൊന്നും ഷെയർ ചെയ്യത്തില്ല. നമ്മുടെ രോഗാവസ്ഥയിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രോഗാവസ്ഥയിൽ, പ്രതികൂലങ്ങളിലൊക്കെ ദൈവം മറ്റുള്ളവരിലൂടെയും നേരിട്ടും അല്ലാതെയും ഒക്കെ ദൈവം നമ്മളെ നടത്തിയതിനെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കാനും അതൊക്കെ ഒന്ന് പങ്കുവെക്കാനും ഒക്കെ കഴിഞ്ഞാൽ അത് വളരെ ഒരു നല്ല, എവറി എക്സ്പീരിയൻസ് ഈസ് യുണീക്ക്. സോ വിറ്റ്നസിങ് സ്റ്റാർട്ട് വിത്ത് അവർ വെർബൽ എക്സ്പ്ലനേഷൻസ്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകളെ നമ്മൾ വാക്കുകൾ കൊണ്ട് വിവക്ഷിക്കാനായിട്ട്, വിശദീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ തുടക്കം. we begin to realize the presence of God in our lives, and we need to communicate the presence of God in our lives verbally. നമുക്കതിനെ അങ്ങനെ പറയാനായിട്ട് സാധിക്കണം. അതൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് എക്സ്പ്ലനേഷൻസ് ആണ്, നമ്മുടെ സ്വയവിശദീകരണങ്ങളാ ഈ സാക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ അകത്തില് ദൃക്സാക്ഷി, അവിടെ ഒരു കുറ്റം നടന്നപ്പോൾ, അങ്ങനെയാണ് വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ കുറ്റം നടന്നപ്പോൾ ഞാനത് കണ്ടു, ഐ വാസ് ദെയർ, ഞാൻ വിറ്റ്നസ് ചെയ്തു, ഐ പേഴ്സണലി നോ, അതിലൊരു അനുഭവമുണ്ട്, ഐ വാസ് പാർട്ട് ഓഫ്, ഞാൻ കണ്ണുകൊണ്ട് കണ്ടു, ഞാൻ കേട്ടു, അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത് ഞാൻ കണ്ടു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് എക്സ്പ്ലനേഷൻസ് ആണ്, എക്സ്പീരിയൻസിങ്. സോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ പറഞ്ഞാൽ ഒരു എംപിറിക്കൽ നറേഷൻസ് ആണ്, നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ചില കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയാണ്. സോ അതാണ് നമ്മളെ കൂടുതലായിട്ട് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എന്താണ്? നമ്മളുടെ ദൈവാനുഭവങ്ങളെ നമുക്ക് മറ്റുള്ളവരോട് പറയാനായിട്ട് സാധിക്കണം. സോ ദിസ് ഈസ് നോട്ട്
സ്പെക്കുലേഷൻസ് അല്ല. നോ, ദാറ്റ് വിൽ എക്സംപ്റ്റ് ഓൾ സ്പെക്കുലേഷൻസ്. ഈ ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ മേൽ വന്നപ്പോൾ ഇവരിങ്ങനെ അന്യഭാഷകളിലൊക്കെ സംസാരിച്ചപ്പോൾ അവിടെ കൂടെ നിന്നവരൊക്കെ സ്പെക്കുലേറ്റ് ചെയ്തു, അല്ലേ? നമ്മൾ പറയാത്തത് കൊണ്ടാണ് പല കാര്യങ്ങളും സ്പെക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കുഴപ്പമുണ്ട്, പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന രീതിയിലായിരിക്കത്തില്ല ചുറ്റുപാടുകൾ എടുക്കുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ when we begin to self explain, that will end speculations, അല്ലേ? ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത്, മറ്റുള്ളവർ ഊഹങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതാണ് സെൽഫ് എക്സ്പ്ലനേഷൻസ്, സ്പെക്കുലേഷൻസ് ആൻഡ് കൺഫ്യൂഷൻസ്. അതുകൊണ്ട് അവിടെ വലിയ സ്പെക്കുലേഷൻസ്. ഇവർ വെള്ളം കുടിച്ചിരിക്കുന്നു, ഇവർ രാവിലെ ആയപ്പോഴേ അവർ ദുരാത്മാവ് ബാധിച്ചു, ഭൂതം ബാധിച്ചു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പല സ്പെക്കുലേഷൻസും കൺഫ്യൂഷൻസും ഉണ്ടായപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ അതിനു വേണ്ടിയിട്ടാണ് എന്താണ് they begin to speak. നമ്മുടെ സാക്ഷ്യങ്ങൾ ഊഹങ്ങളല്ല. സെൽഫ് നറേറ്റേഴ്സ് ഷുഡ് ബി ട്രസ്റ്റ് വർത്തി. നമ്മൾ ഈ കള്ളത്തരം പറയരുത്, പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങളിൽ ഒരിക്കലും കള്ളത്തരം പറയരുത്. ദൈവം ടെലഫോണിൽ വിളിച്ചു, ഈ ചിലർക്കൊക്കെ ദൈവം സ്വപ്നത്തിൽ വന്നൊക്കെ പറയും, കർത്താവ് നേരിട്ട് വന്നു എന്നൊക്കെ പറയും. നമ്മൾ അതിനെ നല്ലിഫൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. പക്ഷെ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, യു ഷുഡ് ബി ട്രസ്റ്റ് വർത്തി. നമ്മൾ പറയത്തില്ലേ, ഒരു സാക്ഷി ട്രസ്റ്റ് വർത്തി ആയിരിക്കണം. കാരണം പുള്ളിക്ക് ഈ കള്ളം പറഞ്ഞും കള്ളത്തരം കാണിച്ചും കുറ്റകൃത്യങ്ങൾ ചെയ്തും ഒരു ശീലം ഉള്ളതാണെങ്കിൽ അങ്ങനെ ഉള്ള ആളെ കോടതി പോലും അംഗീകരിക്കത്തില്ല. ഒരു സാക്ഷി ട്രസ്റ്റ് വർത്തി ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം, സത്യസന്ധതയായിരിക്കണം, റിയലിസ്റ്റിക് ആയിരിക്കണം, ലെസ് എക്സാജറേറ്റിംഗ് ആയിരിക്കണം. ചിലരൊക്കെ എന്തെല്ലാം ചോദിച്ചാൽ പിന്നെ അങ്ങ് ഇന്നത്തെ ലോകത്തിന് ഒരു വലിയ കുഴപ്പം, ഓവർ എക്സാജറേഷൻ, ടു മച്ച് ഓഫ് സ്പീക്കിങ്. ഒരുപാട് ഇങ്ങനെ ഈ FM-ലൊക്കെ ചില പിള്ളേർ സംസാരിക്കുന്നത് കേട്ടില്ല, എന്തുവാണോ അവർ സംസാരിക്കുന്നത്, ഇങ്ങനെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക. അവര് ഒന്നിനും ഒരു ആദ്യവും ഇല്ല, അന്തവും ഇല്ല, ഒരു കണ്ടന്റും ഇല്ല, ഒന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദേ കീപ് ഓൺ സ്പീക്കിംഗ്. ചിലപ്പോൾ നമ്മുടെയൊക്കെ പല പ്രസംഗങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്രൈസ്തവ സാക്ഷികളായിട്ട് തീരുമ്പോൾ our self explanations should be trustworthy, അല്ലേ? മലയാളത്തിൽ ഒരു തമാശ ഒരു ക്യാരക്ടർ ഉണ്ട്, ജാലിയൻ കണാരൻ എന്ന് പറയും. ഒരു ഈ സ്കിറ്റ് അവതരിപ്പിക്കുന്നവർ പറയുന്നതാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പുള്ളിയുടെ അത് അങ്ങ് കള്ളത്തരം പറയുക, മലയാളത്തിൽ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ തള്ളാണ്, ഒന്നും ഇല്ലാത്ത കാര്യമൊക്കെ അങ്ങ് പറയുക, സ്വയം അങ്ങ് പ്രശംസിക്കുകയാണ്. നമ്മുടെയൊക്കെ ആത്മീയ ഗോളത്തിലുള്ള ഒരു വലിയൊരു പ്രോബ്ലമാണ് അത്. ഞങ്ങൾ ഈ അച്ഛന്മാരുടെയും സുവിശേഷകന്മാരുടെയും ഒക്കെ ഇടയ്ക്കുള്ള ഒരു രോഗമാണിത്. നമ്മൾ ഏതാണ്ട് വലിയ ആളാണ്, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ അങ്ങോട്ട് പോയ കാര്യം, ഇങ്ങോട്ട് പോയ കാര്യം, അവിടെ പോയ, ഇതൊക്കെ ഓരോ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത്ര ആത്മപ്രശംസയോടുകൂടി ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ദൈവം നമ്മളെ നടത്തി എന്ന് പറയണം, അല്ലേ? നമ്മൾ പള്ളി പണിയാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ കഷ്ടപ്പെട്ടത് കൊണ്ട് മാത്രമൊന്നും ആയില്ല, അതിനിടയിലെല്ലാം ദൈവത്തിന്റെ വലിയ കരം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ദൈവം നമ്മളെ ഇടവകയായിട്ട് മുൻപോട്ട് നടത്തുന്നു. ദൈവത്തിന്റെ കരമാണ് നമ്മളെ നടത്തുന്നത്. ഓരോരോ കാര്യങ്ങൾ നമ്മൾ നടക്കുന്നെങ്കിൽ ഓരോരോ മനുഷ്യര് അവരുടെ മനസ്സിൽ ദൈവം തോന്നിച്ചിട്ടാണ്. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച നമുക്ക് ഈ സൺഡേയിലേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആരുമില്ല, എനിക്കൊരു ആരെങ്കിലും ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പോൺസർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അടുപ്പിച്ച് 3 കോളാണ് വരുന്നത്. ആദ്യം വിളിച്ച ആള് നമ്മൾ അംഗീകരിച്ചു. അതൊക്കെ ഒരു ദൈവത്തിന്റെ കരമാണ്. അതല്ലാതെ ഇപ്പം അതിനകത്ത് എന്താ, നിങ്ങളുടെ പൈസ മുടക്കി നിങ്ങൾ ആളുകൾക്ക് വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കണം, നാളെ പറയുകയാണ് അയ്യോ ഞാൻ ഇവിടെ എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇതൊക്കെ വെറും നാണക്കേടാണ്. അച്ഛന്മാരും ശുശ്രൂഷകരും ആദ്യം മാതൃകയാണെന്ന് ഞാൻ പറയും. നമ്മൾ ചില അച്ഛന്മാര് പള്ളിയിൽ ഇരുന്നിട്ട് അവിടെ വേലി കെട്ടി, ഇവിടെ മതില് പണിഞ്ഞു, ഇവിടെ പള്ളി പണിഞ്ഞു, അവിടെ പാഴ്സനേജ് പണിഞ്ഞു,
അതൊക്കെ ഓരോ മനുഷ്യരും ഓരോരോ കാലഘട്ടത്തിൽ ദൈവം അവരെ ഏൽപ്പിക്കുന്നത് പോലെ ഭരമേൽപ്പിക്കുന്നത് പോലെ ചെയ്യുന്നു, നമ്മൾ പോകുന്നു, അല്ലേ? അതല്ലാതെ ഞാൻ അവിടെ ഇരുന്നപ്പോ അങ്ങനെ ചെയ്തു, ഞാൻ ഇത് ചെയ്തു, നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്വയം പ്രശംസയുടെ, ആത്മപ്രശംസയുടെ അവസ്ഥകളോ സാധ്യതകളോ ഒന്നുമില്ല. ഇതൊക്കെ ദൈവത്തിന്റെ ഒരു വലിയ നടത്തിപ്പാണ്. സോ വെർബൽ ടെസ്റ്റിമണി, നമ്മൾ ചില കാര്യങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് ദൈവം നടത്തി, കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് അനുകൂലമാക്കി, അനേകരിലൂടെ ദൈവം പ്രവർത്തിച്ചു, ദൈവത്തിന്റെ കൃപയാൽ അതൊക്കെ സംഭവിച്ചു എന്ന് വിശ്വാസത്തോടു കൂടെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഡു നോട്ട് എക്സാജറേറ്റ്. ഈ മസാലപ്പൊടിയൊന്നും ദൈവത്തിന്റെ സന്നിധിയിൽ ചേർത്ത് വെക്കരുത്, ആഡ് ചെയ്യരുത്, ഡ്രമാറ്റിക് ആകരുത്. നമ്മളുടെ ജീവിതത്തിൽ എങ്ങനെ നമ്മളത് ഫീൽ ചെയ്തോ അങ്ങനെ അതിനെ പറയാനായിട്ട്. നമ്മളിവിടെ ഈ ഭാഗത്തും താഴോട്ട് പറയുന്നത്, പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് he began to publicly testify, witness Jesus, അല്ലേ? അവിടെ എന്താ പറയുന്നത്? അവിടെ ഈ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ പത്രോസ് അപ്പോസ്തലൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെന്താണോ അനുഭവിച്ചത്, he was trying to explain his story or their story. അവിടെ കൂടിയിരുന്ന ആ ജനങ്ങളുടെ അനുഭവങ്ങളും അവരുടെ ജീവിതങ്ങളും he was trying to tailor, stitch in his story or their story with the story of God. ദൈവത്തിന്റെ വിശാലമായ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ എന്താണെന്നറിയാമോ? In a larger sense, our life, our stories tailored with the story of God. നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ദൈവത്തിന്റെ ആഖ്യാനങ്ങളായിട്ടും വിവരണങ്ങളുമായിട്ടും ചേർത്ത് വയ്ക്കണം. നമ്മുടെ സ്റ്റോറി ഒന്നുമില്ല, ദൈവത്തിന്റെ ഒരു വലിയ വിവരണത്തിന്റെ കഥയുടെ ഭാഗമാണ് എൻ്റെ സ്റ്റോറി. അങ്ങനെ ഇംഗ്ലീഷിലൊരു പാട്ടില്ലേ, there is a story, there is a song. അതുകൊണ്ട് നമ്മളുടെ ജീവിതങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിന്റെ കഥയോട്. നമ്മൾ വേദപുസ്തകം വായിക്കുന്നത് അങ്ങനെയാണ്. എവ്രി സ്റ്റോറി ഈസ് പാർട്ട് ഓഫ് ദ ഡിവൈൻ സ്റ്റോറി. ക്രിയേഷൻ തൊട്ട് ഇങ്ങോട്ട് തുടങ്ങുന്ന ആ ഒരു ദൈവത്തിന്റെ വിവരണത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമാണ് ഓരോ വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ജീവിതങ്ങൾ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. വി ഹാവ് ടു സ്റ്റിച്ച് ടുഗെദർ, വി ഹാവ് ടു സ്റ്റിച്ച് അവർ സ്റ്റോറീസ്, അവർ എക്സ്പീരിയൻസസ് വിത്ത് ദ സ്റ്റോറി ഓഫ് ഗോഡ്. നമ്മുടെ കർത്താവിന്റെ ജീവിതവുമായി, കർത്താവിന്റെ സുവിശേഷവുമായി നമ്മളുടെ ജീവിതങ്ങളെ ചേർത്തു വയ്ക്കാൻ, അതിനോട് നെയ്ത് ചേർക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഹ്യൂമൻ സ്റ്റോറീസ് ആൻഡ് നറേഷൻ ഷുഡ് ബി ടൈലേർഡ് ഇൻടു ദ ഡിവൈൻ സ്റ്റോറീസ്. അങ്ങനെയാണ് ചരിത്രങ്ങൾ, ഹിസ്റ്ററീസ് ബിക്കമിങ് ഗോഡ് സ്റ്റോറീസ്, അല്ലേ? അവിടെ ഒരു ഹാർമണി ഉണ്ടാവുകയാണ്. ഇവിടെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് നമ്മൾ ദൈവത്തിന്, ഞാൻ പറഞ്ഞു വന്നത് 31-ാം തീയതി നമ്മളുടെ വാച്ച് നൈറ്റ് സർവീസിന് മുമ്പ് 10 മണിക്ക് ഒരു കൂട്ടായ്മയുണ്ട്, ഒരു സാക്ഷ്യയോഗം. അത് പാട്ടൊക്കെ പാടി നമുക്ക് എഴുന്നേറ്റ് നിന്ന് ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ള ഒരു സമയം. അവിടെ എനിക്ക് പറയാൻ പറ്റുമോ, എൻ്റെ ഭാഷ മലയാളമാണോ ഇംഗ്ലീഷാണോ, എനിക്ക് ശരിക്ക് പറയാൻ പറ്റും, അതൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. 2 വാക്ക് 3 വാക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അനുഭവം പറയാനുണ്ടെങ്കിൽ, അത് മറ്റുള്ളവർക്ക് അത് പ്രചോദനമാകുമെങ്കിൽ, അത് എക്സാജറേറ്റ് ചെയ്യാതെ സത്യസന്ധമാണെങ്കിൽ, എന്ന് ഞാൻ പറയും, കള്ളത്തരമൊന്നും പറയേണ്ട കാര്യമില്ല, സത്യസന്ധമാണെങ്കിൽ അതൊക്കെ നമ്മൾ പറയണം. നമ്മുടെ തലമുറകൾ അത് കേൾക്കണം. അവർ ഈ കിടക്കുന്ന ഈ റീൽസും ഈ ഷോർട്ട് ഫിലിമും ഒന്നും കാണാതെ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് അവരോടൊക്കെ ഒന്ന് പറയണം. നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ, കുഞ്ഞുകാലം, നമ്മുടെ പിള്ളേർക്ക് അതൊക്കെ ഒരു ബോറിങ്ങാ. ഈവൻ ദെൻ വി മസ്റ്റ് റിസൈറ്റ് അവർ സ്റ്റോറീസ്. ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ കുറിച്ച് നമ്മൾ പറയണം. അതുകൊണ്ട്
The church is transforming itself as a witnessing community. സാക്ഷ്യം പറയുന്ന, സാക്ഷിക്കുന്ന. So the goal of Pentecost is a spirit empowered witnesses. അല്ലേ? നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. നിങ്ങൾ യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം, അല്ലേ, എൻ്റെ സാക്ഷികളാകും. സ്പിരിറ്റ് എംപവേർഡ്. ഇന്നിപ്പോ സെൽഫ് എംപവറിംഗ് എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. സെൽഫ് എംപവറിംഗ്, സ്വയം ശക്തിപ്പെട്ട്, അങ്ങനെ പറയത്തില്ലേ? സെൽഫ് മെയ്ഡ് ഒക്കെ പറയത്തില്ലേ? ഞാൻ തന്നെ ആളായതാണ്, ഞാൻ ഇവിടെ വന്ന് ഒറ്റയ്ക്ക് പടവെട്ടി ഒറ്റയ്ക്ക് നേടിയതാണ്. അതൊക്കെ വെറുതെ തട്ടിപ്പാണ്. അങ്ങനൊന്നും ആരും ഈ ലോകത്തിൽ ഒരു ചുക്കും ഒറ്റയ്ക്ക് നേടത്തില്ല. വെറുതെ പറയുന്നത്. ഞാൻ തന്നെ വളർന്നു, അങ്ങനൊന്നും ഇല്ല. അതുകൊണ്ട് സെൽഫ് എംപവർമെന്റിനെ കുറിച്ചല്ല പറഞ്ഞത്, സ്പിരിറ്റ് എംപവർമെന്റ്. ചർച്ച് ഷുഡ് ബി സ്പിരിറ്റ് എംപവർഡ്. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെട്ട സഭയാണ്. ഈ സെൽഫ് എംപവേർഡ് ആവുമ്പോഴാണ് ഈ ആളുകൾ തമ്മിൽ ഇടിയുണ്ടാവും. ഇങ്ങനെ സെൽഫ് എംപവേർഡ് ആയിട്ടുള്ള അച്ചായന്മാര് അമ്മാമ്മമാരും തമ്മിൽ ഇടി. ഞാൻ എൻ്റെ നെഞ്ചളവ് ഇച്ചിരി കൂടുതലാണ്, എൻ്റെ ഷോൾഡറിന് ഇച്ചിരി വലിപ്പം കൂടുതലാണെന്ന് പറഞ്ഞ് നമ്മൾ ഇടിക്കാൻ തയ്യാറാണ്. അങ്ങനെ സെൽഫ് എംപവേർഡ് ആയവരല്ല നമുക്ക് വേണ്ടത്, സ്പിരിറ്റ് എംപവേർഡ് ആയവർ വേണം. അപ്പൊ നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ പറയുമ്പം അവര് പറയും, അത് നല്ല കാര്യമാണല്ലോ, നമുക്ക് അതുകൂടെ ഉൾപ്പെടുത്താം. ചില ആൾക്കാരുണ്ടല്ലോ, ഒന്നും ആരെങ്കിലും നല്ല കാര്യം പറഞ്ഞാലും പോസിറ്റീവായിട്ടും പ്രോഗ്രസീവായിട്ടും പറഞ്ഞാലും അവർ സമ്മതിക്കൂല. അപ്പൊ ഇതിങ്ങനെ കുറെ കാലമായിട്ട് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ പോയാൽ മതി. ഹേയ്, അതെന്താ അങ്ങനെ തന്നെ പോകുന്നത്? വേറെ എന്തെല്ലാം മാറിയിരിക്കുന്നു? എന്തുകൊണ്ട് മാറിക്കൂടാ? അതൊരു അനുഗ്രഹമാണെങ്കിൽ, നന്മയാണെങ്കിൽ, അത് കുറെ കൂടെ സഭയുടെ സൗന്ദര്യം കൂട്ടുമെങ്കിൽ, കുറെ കൂടെ ആളുകൾക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മാറിക്കൂടാ? മറ്റൊരു സെൽഫ് എംപവേർഡാ. മറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും, മറ്റുള്ളവരെ ശ്രേഷ്ഠന്മാരാണെന്ന് കാണാനും, മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, സഭയുടെ പൊതുവായ അനുഗ്രഹത്തിന് വേണ്ടി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണമെങ്കിൽ സ്പിരിറ്റ് എംപവേർഡ് ആയിരിക്കണം. വി മസ്റ്റ് മൂവ് along with the Holy Spirit, ദൈവത്തിന്റെ ആത്മാവ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ സഭ, ആദിമ സഭ, they becoming a witnessing community. അവര് കർത്താവിനെ സാക്ഷിക്കുന്ന ഒരു സഭയാണ്, ദൈവത്തെ സാക്ഷിക്കുന്ന ഒരു സഭയാണ്. അങ്ങനെ പറയണം. തമ്മിത്തല്ലുന്ന സഭയാണെന്ന് പറയരുത്. ഒരുത്തൻ തെക്കോട്ടാണെങ്കിൽ വേറൊരുത്തൻ കിഴക്കോട്ടും, പിന്നെ വേറൊരുത്തൻ കിഴക്കിന്റെ പടിഞ്ഞാറിന്റെ ഇടയ്ക്കൂടെയാണെന്നും പറയരുത്. They were all united in the spirit. ഒരു നല്ല കാര്യം വന്നാൽ, ഒരു നല്ല സഭയ്ക്ക് നല്ലത് വരുന്നെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ ജീവിതത്തിൽ നല്ലത് വരുന്നെങ്കിൽ, they were all united to do that എന്ന് പറയണം. അതാണ് ഈ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെട്ട സഭയുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അവിടെ സെൽഫ് ഒന്നുമില്ല, ഞാനൊന്നുമില്ല. അവിടെ എന്ത് ഞാൻ, അങ്ങനെ ഞാനൊന്നുമില്ല, എൻ്റെത്, അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. ഞാൻ ഈ മറ്റു കുറേ അധികം ഈ വിദേശ ഇടവകളിലൊക്കെ ഇരുന്നിട്ടുള്ളപ്പോൾ വലിയൊരു കോംപ്ലക്സ് ആണ് നമുക്ക്, വലിയ സ്ട്രഗിളാണ്. ഇങ്ങനെ പരസ്പരം ഫൈറ്റ് ചെയ്യുന്ന, പരസ്പരം ഈഗോ ക്ലാഷിൽ നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ നിന്നുകൊണ്ട് പോകാം. ഞാൻ എൻ്റെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരെയും കൂടെ ഒരുമിപ്പിച്ച് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടെ സഭ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ആശയം. ചില സമയങ്ങളിൽ അത് വലിയ ക്രൈസിസ് നേരിടും. അങ്ങനെ ഒരു സഭ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും, സഭാജനങ്ങൾ ആകമാനം അതിനുവേണ്ടി ആധ്യാത്മികമായിട്ട് ഒരുങ്ങണം. ടു അക്സെപ്റ്റ് ഈച്ച് അതർ. അത് അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഒരു പാട്ടുണ്ട്, ഹെൽപ്പ് അസ് അക്സെപ്റ്റ് ഈച്ച് അതർ. പരസ്പരം അംഗീകരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നൊരു ഇംഗ്ലീഷ് പാട്ടുണ്ട്, ഒരു ഹിമ്മുണ്ട്. ഞാൻ സെമിനാരിയിൽ മിക്കപ്പോഴും പാടും ആ പാട്ട്. ഞങ്ങളുടെ ചാപ്പലിൽ മിക്കപ്പോഴും രാവിലെ അങ്ങനെ ഒരു പാട്ടാണ്, ഹെൽപ്പ് അസ് അക്സെപ്റ്റ് ഈച്ച് അതർ. പക്ഷെ ഏറ്റവും വലിയ ദുരന്തം അതാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കാത്ത ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് സെമിനാരിയിൽ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും. അവരുടെയൊക്കെ വിചാരം അവരാണ് ദൈവങ്ങൾ എന്നാണ്. അവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കുകയില്ല, പരസ്പരം അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, വി മസ്റ്റ് അക്സെപ്റ്റ് ഈച്ച് അതർ. നമുക്ക് പരസ്പരം അംഗീകരിക്കാനും പരസ്പരം ബഹുമാനിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഈ സ്പിരിറ്റ് എംപവേർഡ് ആയിട്ടുള്ള സഭയുടെ പ്രത്യേകത എന്ന് പറയും. നമ്മളൊക്കെ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തെ സാക്ഷിക്കുന്ന
ഒരു സഭയായി തീരണമെങ്കിൽ ദൈവത്തെ നമ്മൾ നിരന്തരം ഉയർത്തിക്കൊണ്ടിരിക്കണം. ദൈവത്തെ നമ്മൾ നിരന്തരം സാക്ഷീകരിച്ചു കൊണ്ടിരിക്കണം. We must all become a witnessing community. നമുക്കറിയാം, നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മുടെ പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കുകയില്ല. സഭയെ സംബന്ധിച്ച് പറച്ചിൽ ഒരു വഴിയും ജീവിതം വേറൊരു വഴിയുമാണ്. പക്ഷെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഒരു ഭാഗത്ത് മാത്രമാണ്. നമ്മൾ സംസാരിക്കുന്നത്, നമ്മുടെ വാക്കുകൾ, നമ്മൾ പറയുന്നത് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തലാണ്. ആൻഡ് നമ്മൾ പറയുന്നത് തന്നെ ഓട്ടോമാറ്റിക്കലി വിൽ ബിക്കം അവർ കർമ്മ, അവർ ലൈഫ് സ്റ്റൈൽ. സാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജീവിതം കൂടിയാണ്. കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ, ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാം. നമുക്ക് അതിൻ്റെ താഴോട്ടേക്ക് വായിക്കുന്നുണ്ട്. അവര് പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്. അവൾ ഒരുമിച്ച് 2-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുന്നപ്പോൾ അവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചും അപ്പം നുറുക്കിയും വചനം പഠിച്ചും തങ്ങൾക്കുള്ളതെല്ലാം പൊതുവക എന്ന് എണ്ണി അവരുടെ ലൈഫ് തന്നെ ഒരു വിറ്റ്നസ് ആയി മാറി. പിന്നെ അവർ പ്രസംഗിക്കേണ്ട കാര്യം വന്നില്ല. ആ ജീവിതം കണ്ടിട്ട് തന്നെ ആളുകൾ ഇതിലേക്ക് വന്നു എന്നുള്ളതാണ്. ആ ഒരു ജീവിത ശൈലി കണ്ടിട്ട് തന്നെ ആളുകൾ പലരും വന്നു. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ സ്വാധീനിച്ച കുറെ അധികം മനുഷ്യരുണ്ടായിരുന്നു. യൂത്ത് മൂവ്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചിലരൊക്കെ ഇങ്ങനെ കോൺഫറൻസുകൾക്കും പഠനങ്ങൾക്കും ഒക്കെ വന്ന് അവരുടെ ജീവിതം പറയും. അവർ ചെയ്യുന്നത് പറയുമ്പോൾ അവർ വല്ലാതെ സ്വാധീനിക്കും. നമ്മൾ വിചാരിക്കും അങ്ങനെ ജീവിക്കണം, അങ്ങനെ ആകണം. ഇന്നിപ്പോ നമ്മുടെ പിള്ളേര് മമ്മൂട്ടിയാകാനും മോഹൻലാൽ ആകാനും പിന്നെ അങ്ങനെയുള്ള ഈ സ്ക്രീനിൽ കാണുന്നവരാകാനും കോപ്പി അടിക്കുകയാണ് നമ്മളൊക്കെ. സ്ക്രീനിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളൊക്കെ. വാട്ട് എ ഫൂൾ വി ആർ അല്ലേ? നമ്മളൊക്കെ സ്ക്രീനിന് വേണ്ടി ജീവിക്കുന്നവരാണ്. നമ്മുടെ സാക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ച്, കർത്താവിന്റെ വിടുതലിനെ കുറിച്ച്, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞതിനെ കുറിച്ചൊക്കെ ഇവര് പറഞ്ഞത് മാത്രമല്ല, they lived the spirit of the Lord. അവരോട് പറയുന്നില്ലേ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. വി സീ എ കൈൻഡ് ഓഫ് സ്പിരിച്വൽ സോഷ്യലിസം. എല്ലാവരുടെ മേലും ഒരേപോലെ വരുന്ന, എല്ലാവരെ കൊണ്ടും ഒരേപോലെ പ്രവർത്തിപ്പിക്കുന്ന, ഒരേപോലെ സംസാരിപ്പിക്കുന്ന, എല്ലാവരെ കൊണ്ടും ഒരേ ശുശ്രൂഷ ചെയ്യിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് അവരുടെ മേലുള്ളത് കൊണ്ടാണ് അവർക്കൊക്കെ സകലതും പൊതുവകയെന്ന് എണ്ണാനും എല്ലാം ഒരേപോലെ പങ്കുവയ്ക്കാനും പറ്റിയത്. ഇന്നിപ്പോ നമ്മളുടെയൊക്കെ ഉള്ളിലുള്ള ആത്മാവെന്ന് പറയുന്നത് മാർക്കറ്റ് ആത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് മാർക്കറ്റാ. കച്ചവടം, നേട്ടം, അല്ലെ, ലാഭം. ആ സ്പിരിറ്റാ ജീവിതത്തിൽ അത് തന്നെയാ. പക്ഷെ ഇവിടെ ഈ ആദിമസഭയുടെ മേൽ വന്ന ദൈവത്തിന്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ഈക്വാലിറ്റി, അത് ആ ഭാഗത്തേക്ക് ഞാൻ പിന്നീട് വരും. ഇമ്പാക്ട്. കാരണം അത് അവരുടെ ജീവിത ശൈലിയെ തന്നെ സ്വാധീനിച്ചു എന്നുള്ളതാണ്. Their life has transformed. അവർ പറഞ്ഞത് അവർ ചെയ്തു, അവർ ജീവിച്ചു. നമ്മളുടെ സഭ ചാലഞ്ചായിട്ട് എടുക്കണം. If you take it as a challenge, we can change, we can transform ourselves. അതുകൊണ്ട് ഇവരുടെ ഈ സാക്ഷ്യമാണ് ഈ സമൂഹത്തെ ട്രാൻസ്ഫോം ചെയ്യുന്നത്. നമ്മൾ പറയുന്നുണ്ട് അല്ലേ, when they began to testify the Spirit of God, the presence of God, then the people began to change. അതുകൊണ്ട് അവർ ചോദിച്ചത്, കുത്തുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? 3000 പേര് സ്നാനപ്പെട്ട് സഭയോട് ചേർന്നു. If our witnessing testimonies are transformative, then the life around us will definitely transform. ഇതൊരു ചലഞ്ചാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഓർക്കും, നമുക്ക് നമ്മുടെ മക്കളെ പോലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ആസ് എ ഫാദർ, as a parent, as a pastor, see, I accept my failure to impact and influence my children, my family, my church. അല്ലേ, ഒരു അച്ഛനൊരു പള്ളിയിൽ വന്നിട്ട് ആ പള്ളിയിലുള്ളവരെ പോലും തൻ്റെ ജീവിതം കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല.
മാതാപിതാക്കളായ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, സഹവിശ്വാസികൾക്ക് പരസ്പരം ജീവിതങ്ങൾ കൊണ്ട് സ്പർശിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, we need to critically evaluate ourselves. Are we a witnessing church? Are we witnessing Christ with our lives? Is our life a witness for God, of God? ഇതൊരു ചലഞ്ചാണ്. സഭ ഉണരണം, സഭ ശക്തിപ്പെടണം, സഭ കൂടുതൽ കാര്യഗൗരവമാകണം. കാരണം നമ്മുടെ ജീവിതമാണ്, നമ്മുടെ സുവിശേഷമാണ്, നമ്മുടെ സുവിശേഷിക്കാനുള്ള നമ്മുടെ ത്രാണിയാണ് ചുറ്റുപാടുകളെ രൂപാന്തരപ്പെടുത്തുന്നത്. ആ ഒരു വലിയ നിയോഗം നമുക്ക് ഏറ്റെടുക്കാനായിട്ട് സഭയായിട്ട് ദൈവം സഹായിക്കട്ടെ. അതിനുവേണ്ടി പെന്തക്കോസ്തിൽ ആദിമസഭ കർത്താവിനെ സാക്ഷിക്കുന്നവരുടെ ഒരു കൂട്ടമായി തീർന്നതുപോലെ നമ്മളും നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും നമ്മുടെ ജീവിത ശൈലി കൊണ്ടും കർത്താവിനെ സാക്ഷിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തെ സാക്ഷിക്കുവാൻ, എല്ലാത്തിൻ്റെ മേലും ഒരേപോലെ പകരപ്പെടുന്ന ദൈവാത്മാവിനെ മറ്റുള്ളവരുടെ മുൻപിൽ തുല്യമായി സാക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, കഴിഞ്ഞ ഒരു രാത്രികാലവും ഇന്ന് ഒരു പ്രഭാതവും ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് നൽകി തന്നു. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടി കാണുവാൻ തക്കവണ്ണം, ഈ ദിവസത്തിന്റെ നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഭാഗ്യകരമായ കർത്താവെ, ഈ ദിവസങ്ങൾക്കായിട്ട് നന്ദിയോടുകൂടി ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ കുറവുകളെ കാണുകയും കർത്താവെ, ഞങ്ങളുടെ പോരായ്മകളെ അവിടുന്ന് നിന്റെ സന്നിധിയിൽ ഏറ്റുപറയുവാനുമുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും ബലഹീന പാത്രങ്ങളാണ്. കർത്താവെ ദൈവമേ, പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടി ഞങ്ങൾ കടന്നു പോകുന്നു. പലതരത്തിലുള്ള പ്രയാസങ്ങളിൽ കൂടി, രോഗങ്ങളിൽ കൂടി, ബുദ്ധിമുട്ടുകളിൽ കൂടിയൊക്കെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവെ, നീ പൗലോസിനോട് പറഞ്ഞതുപോലെ മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. കർത്താവെ, എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവെ, ആ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ കൃപകളാൽ ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുവാൻ തക്കവണ്ണം, ഞങ്ങൾ ഓരോരുത്തരും ശക്തി പ്രാപിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ശരീരങ്ങളിൽ ശൂലങ്ങളൊക്കെ തറച്ചു കയറുമ്പോഴും കർത്താവെ, അതൊന്നും സാരമില്ല, എൻ്റെ ദൈവം ഇതിൽ നിന്നൊക്കെ എന്നെ വിടുവിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ, ആ വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് കടന്നു പോകുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം ഞങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിന്നതല്ല കർത്താവെ, ദൈവമേ, ഞങ്ങൾ ആരും നിന്നതല്ല, ദൈവം ഞങ്ങളെ നിർത്തിയതാണ്. കർത്താവെ, ഞങ്ങൾക്കാർക്കും തനിയെ നിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഞങ്ങൾക്കാർക്കും കർത്താവെ ഒരു പ്രശംസയും നിന്റെ സന്നദ്ധയിൽ പറയുവാനില്ല. കർത്താവെ, സകലതും നിന്റെ ദാനമാണ്. കർത്താവെ, ഞങ്ങളുടെ ശ്വാസവും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ അനുഭവങ്ങളും ഒക്കെ അവിടുത്തെ സാക്ഷ്യമാണ്, അവിടുത്തെ ദാനമാണ്. കർത്താവെ ദൈവമേ, അതൊക്കെ ഒന്ന് ഓർത്ത് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം പ്രശംസിക്കുന്നവരായിട്ടല്ല കർത്താവെ, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്നവരായി, മറ്റുള്ളവരെ കരുതുന്നവരായി, മറ്റുള്ളവരോടൊപ്പം നിൽക്കുന്നവരായിട്ടൊക്കെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളിൽ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ദാനമായി നൽകുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ കർത്താവെ ദൈവത്തിനുള്ളതാണെന്ന് കണക്കാക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സൃഷ്ടികളാണെന്ന് കണക്കാക്കുവാൻ, ദൈവത്തിന്റെ ദാനങ്ങളാണെന്ന് കർത്താവെ ഓർക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾ മറന്നു പോകുന്നവരാണ് കർത്താവെ. ദൈവമേ, എൻ മനമേ യഹോവയിൽ ആനന്ദിക്കുക എന്ന് പറയുന്നത് പോലെ ഞങ്ങൾ കർത്താവെ നിന്നിൽ ആനന്ദിക്കുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ കർത്താവെ നീ നൽകി തന്ന ഉപകാരങ്ങൾ ഒന്നും മറക്കാതെ വണ്ണം എല്ലാറ്റിനെ കുറിച്ചും ഓർമ്മയുള്ളവരായി തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, നീ ഞങ്ങളുടെ ജീവിതങ്ങളോട് മനസ്സലിയണമേ, ഞങ്ങളുടെ ജീവിതങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുമ്പോൾ ഞങ്ങൾ കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യപ്പെടുവാൻ തക്കവണ്ണം, പ്രത്യേകിച്ച്
പ്രത്യേകിച്ച് ഈ നാളുകളിലൊക്കെ ഞങ്ങൾ ബെന്തക്കോസ്തിന്റെ അനുഭവത്തെക്കുറിച്ച് കർത്താവെ ധ്യാനിക്കുമ്പോൾ, കർത്താവെ ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ, ഞങ്ങൾ കേൾക്കുമ്പോൾ, അതിനനുസരിച്ചൊക്കെ ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മാവിൽ ഞങ്ങളൊക്കെ ശക്തി പ്രാപിച്ച് കർത്താവെ കഴുകനെ പോലെ ചിറകടിച്ചുയരുവാനുള്ള ദൈവിക കൃപ ഞങ്ങളിലൊക്കെ അവിടുന്ന് കർത്താവ് നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശരീരങ്ങളൊക്കെ ബലഹീനമാണ് കർത്താവെ. ഞങ്ങളുടെ നാവുകളും ഞങ്ങളുടെ സംസാരങ്ങളും ഞങ്ങളുടെ ശബ്ദങ്ങളും ഒക്കെ പലപ്പോഴും ബലഹീനമാകുന്ന സ്ഥാനത്തും എൻ്റെ ദൈവം ഞങ്ങളെ ഒന്ന് കൈവിടുകയില്ല എന്ന് പറയുവാൻ തക്കവണ്ണം കർത്താവേ, എൻ്റെ ദൈവം എന്നോട് കൂടെയുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണെന്ന് സാക്ഷീകരിപ്പാൻ ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. പ്രത്യേകിച്ച് ഒരു ക്രിസ്തുമസിന്റെ കാലയളവിലേക്ക് കർത്താവെ ഞങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ക്രിസ്തുവിന്റെ ജനനം കർത്താവെ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലൊക്കെ ക്രിസ്തു ജനിക്കുവാൻ തക്കവണ്ണം ആ ക്രിസ്തുവിന്റെ സ്നേഹം ജനിക്കപ്പെടുവാൻ നീ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങളൊക്കെ കടക്കുന്നു കർത്താവെ. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാ ഞാൻ പുതുതായി തീർന്നിരിക്കുന്നു. ആ ഒരു ആത്മീക വളർച്ചയോടുകൂടി ഞങ്ങൾ പുതുവർഷത്തെ സ്വീകരിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നൊമ്പരങ്ങളേറുമ്പോൾ, വേദനകൾ പ്രയാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അടിക്കുമ്പോൾ കർത്താവെ നീ അവിടുന്ന് പടകിനോട് പറഞ്ഞതുപോലെ ശാന്തമാകാ കർത്താവെ. അത് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും ഉരുവിടുവാൻ തക്കവണ്ണം നീ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓളങ്ങളുടെ മധ്യത്തിൽ കൂടി, തിരമാലകളുടെ മധ്യത്തിൽ കൂടിയൊക്കെ ഞങ്ങൾ കടന്നു പോകുമ്പോഴും എൻ്റെ കർത്താവ് എന്നോടൊപ്പമുണ്ട്. ശാന്തമാകുവാൻ കൽപ്പിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, എൻ്റെ ദൈവത്തിൻ്റെ കരം ഞങ്ങളോടൊപ്പമുണ്ടെന്ന് തിരിച്ചറിവ് ഞങ്ങൾക്ക് എപ്പോഴും നൽകി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ തമ്മിൽ കാണുന്നത് വരെയും തിരിച്ചറിവിൻ്റെ മറവിൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് സൂക്ഷിക്കണമേ കർത്താവെ. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന നിന്റെ മക്കളെ എല്ലാവരും ഒരുപോലെ ഇവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്തെങ്കിലും പ്രയാസങ്ങളിലോ രോഗങ്ങളിലോ പ്രശ്നങ്ങളിലോ വേദനകളിലോ സങ്കടങ്ങളിലോ നിന്റെ മക്കളായിരിക്കുന്നുവെങ്കിൽ എൻ്റെ പിതാവിൻ്റെ കരം അവരുടെ മേൽ തൊടണമേ, സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ ആത്മാവിൽ ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് അവിടുന്ന് ഓരോരുത്തരെയും ഇടയാക്കണമേ കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിപ്പാൻ തക്കവണ്ണം പെന്തക്കോസ്തിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ, ഞങ്ങൾ ഒരുമിച്ച് ആരാധിപ്പാൻ, ഒരുമിച്ച് സ്നേഹം പങ്കുവയ്ക്കുവാൻ, ഒരുമിച്ച് സന്തോഷം പങ്കുവയ്ക്കുവാൻ നീ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ അതിനായിട്ട് ഒരുക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നൊരു പകൽക്കാലവും ഇന്നത്തെ ദിവസവും ഞങ്ങളുടെ അനുഗ്രഹത്തിന്റെ ദിവസമാക്കി തീർക്കണമേ കർത്താവെ. തുടർന്ന് ഞങ്ങൾ ആരാധനയിൽ കാണുമ്പോൾ, പങ്കെടുക്കുമ്പോൾ, കടന്നു വരുമ്പോൾ ദൈവിക കൃപ അനുഭവിപ്പാൻ അവിടുന്ന് സഹായിച്ചാട്ട്. ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ യാചനകൾ തിരുസന്നിധിയിൽ ശ്രദ്ധ വെച്ച് കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. രാജ്യം വരണമേ. തിരുവിശ്വസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങൾ നിങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് ദുഷ്ടങ്ങളെ വിട്ടുവെക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായ യേശു മശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും പ്രിയമുള്ളവരെ നാം എല്ലാവരോടും കൂടെ, പ്രത്യേകമായി നമ്മുടെ എല്ലാ ജീവിത ആവശ്യങ്ങളോടുകൂടെ, നമ്മുടെ ഭാരങ്ങളോട്, നമ്മുടെ പ്രയാസങ്ങളോടും എല്ലായ്പ്പോഴും ഉണ്ടാകട്ടെ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വിശേഷിച്ച് പാട്ടുകൾക്ക് നേതൃത്വം നൽകിയ മിഥുൻ കോശിയാൻ ഫാമിലി, സങ്കീർത്തനം വായിച്ച് നമ്മളെ സഹായിച്ച സൂസൻ ജേക്കബ് ആൻറ്റി, മധ്യസ്ഥ പ്രാർത്ഥന നയിച്ച പ്രിയ ജെസ്സി ആൻറ്റി. ജെസ്സി ആൻറ്റി നമ്മുടെ ആശിഷ് പി ജോസഫിൻ്റെ മമ്മിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരുപാട് ജെസ്സിമാരുള്ളതുകൊണ്ട് ഞാൻ ജെസ്സി ആൻറ്റിയുടെ കാര്യം പ്രത്യേകം പറയുന്നു എന്നുള്ളതുള്ളൂ. ആൻറ്റിയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മളെല്ലാം കാക്കട്ടെ. ഈ ശനിയാഴ്ച നമ്മുടെ ചർച്ചിലെ ക്രിസ്മസിൻ്റെ ഡെക്കറേഷനൊക്കെയാണ്. എല്ലാ ഓക്സിലറീസിനെയും ഒക്കെ വിളിച്ചിട്ടുണ്ട്. അതിൽ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. 10 മണി മുതൽ നമ്മൾ പള്ളിയിലുണ്ടാകും. ഞായറാഴ്ച രാവിലെ 9 മണിക്ക് വിശുദ്ധ സംസർഗ ശുശ്രൂഷ ഉണ്ടാകും. നമ്മുടെ ഈ തിരക്കുള്ളൊരു മാസമാണല്ലോ. എല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ആരോഗ്യവും ബലവും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നൽകാൻ വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം എന്ന് അറിയിക്കുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. വെൽക്കം.